ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? നമ്മളെ യൂണിറ്റ് ടോക്ക് കേൾക്കാൻ വേണ്ടി എല്ലാ ബിസിന്ന് മാറി ഇരുന്ന് വന്നിരിക്കുകയാണല്ല. ഇതിൽ കുറെ പുതിയ ആളുകൾ പേരൊക്കെ കാണുന്നുണ്ട്. അസ്ലമാമക്ക് ഓൾറെഡി ഉള്ള ആളാണ്. എന്തായാലും ഇങ്ങനെ കുറെ പുതിയ പേര് കാണുന്നുണ്ട്. എന്തായാലും ന്യൂ ഇയർ ഒക്കെ ആയി. നമ്മളിപ്പോ ക്യാപ്ഷനിൽ കൊടുത്തിരുന്ന് മടി പിടിച്ചിരിക്കാതെ പുതിയ വർഷം ഉഷാറാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാന്നുള്ളത്. അപ്പൊ അതൊക്കെ കേട്ട് ഇൻസ്പയർ ആയി വന്നതായിരിക്കാം. നമ്മൾ ഓരോ ടോപ്പിക്കായി ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇന്ന് നിങ്ങളെ സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. കുറെ ആളുകൾ നമ്മളെ ഗ്രൂപ്പിൽ ഏകദേശം 900-ന്റെ അടുത്ത ആളുകളുണ്ട്. അത്ര ആളുകളിലേക്ക് ഇൻഫർമേഷൻ പോയിട്ടും നിങ്ങൾ കുറച്ച് ആളുകളാണ് എല്ലാ ബിസിന്നും ഒക്കെ മാറി ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരുന്നത്. അപ്പൊ അതിന് നിങ്ങൾ സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. അതിൽ തന്നെ ഉണ്ട് എവിടേക്കോ വിജയിക്കണം, ഡ്രീംസ് ഒക്കെ നേടിയെടുക്കണം എന്നുള്ള ഡിറ്റർമിനേഷൻ. അതിന് അപ്പോൾ ഇന്ന് ആ ഒരു ടോപ്പിക്കായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സും പോകുന്നത്. നമ്മളെ കുറെ ഗോൾസിനെ എങ്ങനെ നേടിയെടുക്കാം, ലൈഫിലെ ഡിറ്റർമിനേഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റിനെ കുറിച്ചാണ്. ഇനി ഞാൻ കുറെ കഥ പറയണില്ല. അഫ്സൽ സാറിന്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു വരും. അപ്പൊ അഫ്സൽ സാറിനെ വെൽക്കം ചെയ്യണം. വെൽക്കം സർ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്താലോ? ബാക്കിയുള്ള ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്ത് നിങ്ങൾക്കൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാം. ഓക്കെ, മിസ്ന ഓഡിബിൾ ആണോ? ഇല്ലല്ലോ, കേൾക്കുന്നില്ല. മ്യൂസിക് കേൾക്കുന്നില്ല? ഇല്ലില്ല. ഒറ്റ മിനിറ്റ്. ഇപ്പോഴോ? ഓക്കെ, കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കും. ഇടതുകൈക്ക് മുകളിൽ വലതുകൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജ ബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe in, hold on and breathe out. Breathe in, hold on and breathe. Breathe in, hold on and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം.
അവരുമായുള്ള ഇടപെടലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ, മനോഹരമായ നിങ്ങളുടെ ഓഫീസ് കെട്ടിടം, നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ എല്ലാം വ്യക്തമായി നിങ്ങൾ കാണുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. ആഡംബര സൗകര്യങ്ങളോട് കൂടി നിങ്ങളുടെ മുറിയിൽ സുഖമായി കിടക്കുന്നത് നിങ്ങൾ ആസ്വദിക്കുന്നു. ഏറ്റവും സ്വാദേറിയ ഭക്ഷണത്തിന്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷകമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യ സ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് പതിയെ ചെറുപുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ആക്കണേ. ഓക്കെ.
ഏതായാലും ആർക്കെങ്കിലും മെഡിറ്റേഷൻ കണക്ട് ആയിരുന്നോ? ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്യുന്ന ആയിരിക്കും തോന്നുന്നു ഇവിടെ ഉള്ളത് ഒരുപാട് ആൾക്കാർ. ഓക്കെ. യെസ്. ജസീറ മാം നിങ്ങളെന്തോ പറയാൻ വന്നായിരുന്നോ? ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നിപ്പോ 26 ആൾക്കാർ അവിടെ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അത്രയും തിരക്കിന്റെ ഇടയിൽ എല്ലാവരും തിരക്കുള്ള മനുഷ്യന്മാരാണ് ഇപ്പോഴത്തെ ഒരു കാലത്ത്. അപ്പോൾ ആ തിരക്കൊക്കെ മാറ്റി വെച്ച് കുറച്ചു നേരം നമ്മൾ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇവിടെ വന്നിരുന്നതിന് താങ്ക് യു വെരി മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആൻഡ് ഫ്രം അവർ ടീം. അപ്പോൾ ഇത് ഇന്ന് ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് നമ്മളുടെ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയായിരുന്നു. ജസീറ മാം പറഞ്ഞിരുന്നു അല്ലേ, കണക്ട് ആയിരുന്നു. നാഷിദ് മലപ്പുറം, ഷഫീന കാലിക്കറ്റ്, സബി കാലിക്കറ്റ്, ഫാത്തിമ തൃശ്ശൂർ എന്നൊക്കെ ആൾക്കാരുണ്ടല്ലോ ഇന്ന്. മുഫീദ കാലിക്കറ്റ്, ഹിബ മലപ്പുറം, ഹസ്ന പാലക്കാട്, ജസീറ കൊല്ലം, നജ്ല പാലക്കാട്, നുസ്രത് മാം മലപ്പുറം നൗ പാലക്കാട്, ഹസ്ന കണ്ണൂർ, സുൽഫത്ത് മലപ്പുറം, ജുമാന മലപ്പുറം, ഡോക്ടർ അസ്ല മലപ്പുറം, ഷമീമ മലപ്പുറം. ഷമീമ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഏതായാലും താങ്ക് യു. ഇനിയുണ്ടല്ലോ ആൾക്കാർ പറയാത്തത്, ഇവിടെ പേര് വിളിക്കുന്ന പ്രശ്നം ഉണ്ടായതുകൊണ്ടാണോ? ഏതായാലും മുബീന മാം മലപ്പുറം. ഓക്കെ, ഏതായാലും നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരും പുതിയ ആൾക്കാരും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. നാഫ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇവിടെ ആർക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളത്? ഇന്ന് ഞാനൊരു കഥയാ പറയാൻ പോണത്. ശ്രീഹരി കാലിക്കറ്റ് നമ്മുടെ നാട്ടിലുള്ള ശ്രീഹരിയാണ്, നമ്മുടെ അയൽവാസിയാണ്. പിന്നെ ആൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മാം. താങ്ക് യു. കഥ ഇന്ന് ഞാൻ ചെറിയൊരു കഥയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പറയുമ്പോ എൻ്റെ ജീവിതത്തില് എന്റെ കഥകൾ ഓൾറെഡി നിങ്ങൾ എല്ലാ സെഷനിലും അവിടെ ഇവിടെ ഒക്കെ കേൾക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് വേറൊരാളെ കഥ പറയുന്നത്. എൻ്റെ ജീവിതത്തില് ഞാൻ ഇപ്പം നേരിട്ട് പരിചയമുള്ള ആൾക്കാരിൽ അത്രയും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക്. അതെ, പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ പ്ലീസ്. എന്നാലേ ഒന്ന് കണക്റ്റഡ് ആവും. അസ്ലാം മാമിനെ മാത്രമേ അവിടെ വീഡിയോ മോഡിൽ കാണുന്നുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പുറത്ത് വീഡിയോ മോഡിലുള്ള? ഷമീല മാം ഒക്കെ ഉണ്ടല്ലേ, സനിത. ഒരുപാട് പുതിയ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. താങ്ക് യു. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ. ജാനജാണ് കാണുന്നുണ്ട്. ഓക്കെ. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് എൻ്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. ആള് എൻ്റെ കൂടെ ഞാൻ +2 കഴിഞ്ഞ് നേരെ CA കോച്ചിങ്ങിനായിരുന്നു ജോയിൻ ചെയ്തത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കൊന്ന് ആ ആളെ പരിചയപ്പെടാനൊക്കെ ആയിരിക്കും ചിലപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് തന്നെ ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ അറിയോ, CPT കോച്ചിങ് അതിന്റെ ഫൗണ്ടേഷന്റെ ഒരു ക്ലാസ് ഉണ്ട്. CPT എന്ന് പറഞ്ഞു. പണ്ടൊക്കെ CPT എന്നായിരുന്നു, ഇപ്പം ഫൗണ്ടേഷൻ. കേൾക്കുന്നില്ല? മിസ്സിന് ഓഡിബിൾ ആണോ? ഓക്കെയാണ്. അവിടെ റേഞ്ച് ഇഷ്യൂ ആവാം. നജ മാം നിങ്ങളൊന്ന് വോയിസ് കൂട്ടി നോക്കുക. അവിടെ സൗണ്ട് ബട്ടൺ ഒന്ന് റൈസ് ആക്കി പോകും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവിടുത്തെ ഇഷ്യൂ ആയിരിക്കാം. ഇവിടെ ഫുള്ള് സൗണ്ടില്ല, 100ലാണ് ഉള്ളത്. താങ്ക് യു. അപ്പോ ആള് എന്താ പറയുക, ഞാന് CPTക്ക് പഠിക്കാൻ പോയ സമയത്താണ് CA ഫൗണ്ടേഷൻ പഠിക്കാൻ പോയ സമയത്ത് പരിചയപ്പെട്ടാണ്. ആളുടെ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആളെ പരിചയപ്പെട്ടത് ഡിഗ്രി സമയത്തൊക്കെ ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആള് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് +2 കഴിഞ്ഞ് അതിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് എഴുതി നേരിട്ട് ജോയിൻ ചെയ്തായിരുന്നു. അപ്പൊ ആൾക്കുള്ള ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാല്, ആളുടെ ഫാദർ ഉമ്മയുടെ
ഗർഭപാത്രത്തിലുള്ള സമയത്ത് തന്നെ ആളുടെ ഫാദർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ എങ്ങനെ ആ കുടുംബം നോക്കും എന്നൊന്നും അറിയാതെ എനിക്ക് കേൾക്കാൻ പറ്റണില്ലല്ലോ. ഓക്കെ മാം, അത് സൗണ്ട് എനിക്കൊന്ന് സൗണ്ടിന്റെ എന്തോ സെറ്റിങ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആളുടെ ഫാദർ ചെറുപ്പത്തിലേ മരണപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആള് ജനിക്കുന്നതിന്റെ മുന്നേ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആളെ ഉമ്മ പഠിപ്പിച്ചതൊക്കെ മറ്റുള്ള വീടുകളിൽ ഈ ഭക്ഷണം ഉണ്ടാക്കാനും ക്ലീൻ ആക്കാനും ഒക്കെ ഉള്ള ജോലികൾക്ക് പോയിട്ടാണ് ആൾക്ക് ബേസിക് ആദ്യം ഈ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള സമയത്തൊക്കെ ഉമ്മ വർക്കിന് പോയിട്ടായിരുന്നു പഠനവും കാര്യങ്ങളൊക്കെ ചെയ്തത്. ചിലപ്പം ഈ കഥ കേൾക്കുമ്പം ഇവിടെയുള്ള മറ്റുള്ളവർക്കും കണക്റ്റ് ആവട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറി ആയിട്ട് പറയുന്നത്. അങ്ങനെ 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആള് സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഈ എന്താ പറയാ മണല് വാരുക, അങ്ങനെ അവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ പണികളുണ്ടല്ലോ, ആ രീതിയിൽ ഇപ്പം പുഴയൊക്കെ ഉള്ളൊരു നാടാണ്. അപ്പോൾ പുഴയിൽ ഇറങ്ങി മണല് വാരുക. പിന്നെ കുറച്ച് പ്രായം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എന്തൊക്കെ ജോലികളാണ് ചെയ്തത് വെച്ചാല് ടാറിങ്ങിന്റെ വർക്കിന് പോയിട്ടുണ്ട്. ഇങ്ങനെ റോഡ് ടാറിടുന്ന പണിയില്ലേ, അങ്ങനത്തെ ജോലികൾക്ക് പോയിട്ടുണ്ട്. ഈ ജീവിതത്തിൽ കോൺക്രീറ്റ്, ഞാൻ കുറച്ച് പ്രായം കഴിയുന്നതിനനുസരിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. +2 ആ സമയത്തൊക്കെ ആയപ്പോഴേക്ക് കോൺക്രീറ്റ് പോലുള്ള വർക്കുകൾക്ക് സഹായിക്കാനൊക്കെ പോയിട്ടുണ്ട് സ്വന്തമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വന്തമായിട്ട് ഈ ഓരോ പറമ്പുകൾ കിളയ്ക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, ആ പറമ്പുകൾ കോൺട്രാക്ട് പോലെ എടുക്കും. ദാറ്റ് മീൻസ് ഇത്ര സമയം കൊണ്ട് ഞാൻ കൊത്തി കിളച്ച് തരാം, അങ്ങനെയാണെങ്കിൽ ഇത്ര പൈസ തരുമോ എന്നുള്ള രീതിയിൽ അറിയുന്ന ആൾക്കാരോടൊക്കെ അങ്ങനെയൊക്കെ കോൺട്രാക്ട് ഒക്കെ ആക്കിയിട്ട് കിളച്ചിട്ടൊക്കെ പൈസ ഇടാം. ഭയങ്കര ഫിറ്റ് ബോഡിയൊക്കെ ഉണ്ട്. ദാറ്റ് മീൻസ് അത്രയും അധ്വാനിക്കുന്ന ഒരു ശരീരം ആയതുകൊണ്ടാണ് ഭയങ്കര ഫിറ്റ് ബോഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആള് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ട് ഡിഗ്രിക്ക് ബികോം ആയിരുന്നു എടുത്തത്. പറയുമ്പോൾ ആളെ വീടിന്റെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീട് എന്ന് പറഞ്ഞാല് തേച്ചിട്ടൊന്നുമില്ല, ഒരു 3 റൂം എന്ന് പറഞ്ഞാല് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മലപ്പുറത്താണ് വീട്. അപ്പോ വീട്ടിൽ പോയ സമയത്ത് ഒരു ഹാളും ഒരു കിച്ചണും ഒരു റൂമും, ആളും ഉമ്മയും ഒരേ റൂമിലാണ് കിടക്കുന്നത്. ഒരു കിച്ചണും ഒരു റൂമും ഒരു ഹാളും മാത്രമുള്ള ഒരു വീടാണ്. അപ്പൊ ആ വീട്ടിൽ നിന്ന് ആള് പഠിച്ചിട്ട് ശരിക്ക് ഡിഗ്രി കഴിയുന്ന സമയത്ത് ഫുള്ള് അറ്റൻഡൻസ് കാര്യങ്ങളൊന്നും കിട്ടാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചാണ് അറ്റൻഡൻസ്. കാരണം അധിക സമയത്ത് ജോലിക്ക് പോവുകയും വേണം, പഠനത്തിന് പോവുകയും വേണം, ബാക്കിയുള്ള സമയം കണ്ടെത്തിയിട്ട് പഠിക്കുകയും വേണം. ആ രീതിയിൽ പഠിച്ചിട്ട് ആ ആൾക്ക് എത്ര അറിയാം മാർക്ക്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡർ ആയിട്ടാണ് ആള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് സ്വന്തമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീടില്ല, ജോലിയില്ല, വീട്ടിലെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ഡിഗ്രിക്ക് ബികോമിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആട്ടോ, ഒരു സ്കൂളല്ല, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിട്ടാണ് ആള് ഡിഗ്രി പാസ് ഔട്ട് ആയത്. ആ ആളാണ് എൻ്റെ അടുത്തേക്ക് ഞാനെങ്ങനെയൊക്കെ ഒഴപ്പിയിട്ടൊക്കെ ഇങ്ങനെ +1 ഞാൻ സയൻസിൽ ഫെയിൽ ആയിരുന്നു. +2 കൊമേഴ്സിൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിയിട്ട് സ്കൂളത്തെ 3rd റാങ്കോ കിട്ടിയിട്ടൊക്കെയാണ് എത്തിയത്. കൊമേഴ്സിൽ നിന്ന് കയറി അങ്ങനെ സി എ കോഴ്സിൽ ജോയിൻ ചെയ്തൊക്കെ. പക്ഷെ ആളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടാളും ഒരേ റൂമിലായിരുന്നു അന്ന് താമസം. ഒരേ റൂമിലായിരുന്നു പറയുമ്പോൾ ആള് കറക്റ്റ് ആളുടെ റൂട്ടീൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ആണല്ലോ പഠിക്കുക, അപ്പൊ അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണമല്ലോ പഠിക്കുക. അപ്പൊ അത്രയും ബുദ്ധിമുട്ടി സ്വന്തം പൈസ ഉണ്ടാക്കിയതൊക്കെ സേവ് ചെയ്തിട്ടൊക്കെ ഫീസ് അടച്ചിട്ടാണ് ആള് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും അൺമ്യൂട്ട് ആക്കാത്തുണ്ട് ഒന്ന് ചെയ്യണേ. അപ്പൊ അങ്ങനെ ആള് ഒരു 9:30 ആകുമ്പോ കിടന്നുറങ്ങിയിട്ട് കറക്റ്റ് 3:30 ആകുമ്പോ എണീക്കും. നമ്മളൊക്കെ ഉറക്കായി, നമ്മളൊക്കെ ഒരു 5 മണിയൊക്കെ ആകുമ്പോ സുബഹിസ്കരിക്കാനൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ആളാണ് നമ്മളൊക്കെ തട്ടി എണീപ്പിക്കുക. അപ്പോ അന്ന് എന്താ പറയാ, ഫീസ് അടിക്കാൻ പൈസ ഇല്ലായിട്ട് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടും പിന്നെ ലീവിന് നാട്ടിലേക്ക് പോണ സമയത്തൊക്കെയാണ് പിന്നീട് ഈ ഫീസ് അടയ്ക്കാനുള്ള പൈസയൊക്കെ പല വർക്കിനൊക്കെ പോയിട്ട് ഒപ്പിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ പഠിച്ചിട്ട് ഇപ്പം ആ മനുഷ്യനുള്ളത് എവിടാന്നറിയോ? സ്വന്തം ഇപ്പം CPT അന്ന് ഈസി ആയിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സായി. അതേപോലെ ഇന്ററും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി.
CA ഫൈനലും അതേപോലെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. ആളിപ്പം കറന്റ്ലി ഒരു എന്താ പറയാ അത്രയും ബുദ്ധിമുട്ടുകളിൽ നിന്ന് വന്നിട്ട് ആളിപ്പം കറന്റ്ലി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതേപോലെ അതിനുശേഷം കമ്പനി സെക്രട്ടറി കോഴ്സ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത്, പിന്നെ CMA എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അറിയാം. സ്വന്തമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ടാക്സേഷന് അതേപോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ സ്വന്തമായിട്ട് ബുക്സ് ഇപ്പം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വന്തമായിട്ട് ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ട് അത് ഇപ്പോൾ നടത്തുന്നുണ്ട്. സ്വന്തമായിട്ട് ടാക്സ് കൺസൾട്ടൻസി ഓഫീസുകൾ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട് ഓഫീസുകൾ. പിന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കോച്ചിങ് നടത്തുന്ന. പിന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗസ്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ആളുടെ പേര് മുഹമ്മദ് അൽത്താഫ് എന്നാണ്. നമ്മുടെ അടുത്ത യുണീക്നെസ് ഫെസ്റ്റിൽ ഒരു ഗസ്റ്റ് ആളാണ്. അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ അത്രയും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വീട്ടിൽ ഞാനൊരു ദിവസം താമസിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരേ റൂമിലാണ് കിടന്നത്. എന്നിട്ട് ഞങ്ങള് വന്നപ്പം ഹാളിലേക്ക് കിടന്നൊക്കെയായിരുന്നു. അപ്പൊ എന്താ സംഭവം വെച്ചാല് അന്ന് ആ ഉമ്മ ഉണ്ടാക്കി തന്നിട്ടൊരു ബിരിയാണി ഉണ്ട്. മീൻസ് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഭക്ഷണം കൊടുക്കണല്ലോ. ആ കഷ്ടപ്പാടിനിടയിലും എനിക്ക് ഉണ്ടാക്കി ആ ബിരിയാണിന്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവെന്ന് പോയിട്ടില്ല. കാരണം എന്താ പറയാ, ആ സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ടും വീടൊക്കെ കാണാനും അവരെ വിസിറ്റ് ചെയ്യാനൊക്കെ വരാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നമ്മളോടൊരു സ്നേഹം ഉണ്ടാവല്ലോ. ആ ഒരു സ്നേഹത്തിന്റെ മുകളിൽ ഇപ്പോഴും ആ ഒരു ബിരിയാണിന്റെ ടേസ്റ്റ് നാവെന്ന് പോയിട്ടില്ല. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, ഇവിടെ ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. പലർക്കും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളോ ആത്മീയപരമായിട്ടോ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല നമ്മളെ എങ്ങനെ എടുത്തു നോക്കിയാലും. അപ്പൊ ഏത് പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് മൈൻഡിൽ നല്ല ഡീറ്റർമിനേഷനും ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് നല്ല ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് എൻ്റെ ആ ഫ്രണ്ട് മുഹമ്മദ് അൽത്താഫ് എന്നാണ്. നിങ്ങൾ ശരിക്ക് ആ ആളുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം. ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കണക്ട് ആയിക്കോണമെന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇയാൾ എന്തിനാ ഇപ്പൊ വേറെ ആളെ കഥ ഇവിടെ പറയുന്നത് പോലെ. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ ഞാൻ സൗണ്ട് ഓഡിബിൾ ആണ് നോക്കണേ മിസ്ന. ഓക്കെ, ഞാൻ പറയാം. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. നിനക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. അത് ഞാൻ ജസ്റ്റ് ആ വീഡിയോ കാണിക്കാൻ കാരണം എന്താ പറയുക, ഓരോരുത്തർക്കും ഫസ്റ്റ് കാണിച്ച ആ വീടുണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് പോയിട്ടുള്ള മനുഷ്യനാണ് പിന്നീട് സ്വന്തമായിട്ട് വേറെ വീടുണ്ടാക്കി കാറ് വാങ്ങി. അന്നേ ആൾക്കൊരു ലവ് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഒരു പാവപ്പെട്ട കുടുംബമാണെങ്കിൽ പോലും
ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആൾക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു. ആ കുട്ടി അത്രയും കഷ്ടപ്പാടിലും ദാറ്റ് മീൻസ് പൊതുവെ ഈ ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പം ഒട്ടുമിക്ക ഇപ്പോഴത്തെ ഒരു കേസിലാണ് പറഞ്ഞിട്ട് ഒട്ടുമിക്ക കേസിലും ലേഡീസ് വിട്ടു പോകാറൊക്കെ ഉണ്ട്. ദാറ്റ് മീൻസ് അത് ഇപ്പം ചിലപ്പോൾ അവരെ ഫാമിലിന്റെ പ്രഷർ കൊണ്ടായിരിക്കാം ഇനി അവിടേക്ക് എത്തിപ്പെട്ടാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫാമിലിക്ക് ഭയങ്കര വിഷമായിരിക്കും അങ്ങനത്തെ ഫാമിലിയിലേക്ക് പറഞ്ഞേക്കാനൊക്കെ. പക്ഷെ അന്നുള്ള പെൺകുട്ടീനെ തന്നെ ഇത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. എന്നാലും ഞാൻ പറയാ അത് ആ സമയത്തും വിട്ടു പോവാതെ കൂടെ നിന്നിട്ടുള്ള ഒരു വൈഫും കൂടെ ഉണ്ട്, മക്കളുണ്ട്, ഒരു മകനുണ്ട്. ഇപ്പോ കാർ എടുത്ത് ഇപ്പൊ ഒരുപാട് സ്ഥാപനങ്ങളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ കാരണം മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടല്ല. എന്ത് തന്നെ ടൈപ്പ് ഓഫ് ബുദ്ധിമുട്ടുകൾ മനുഷ്യന്മാർ അനുഭവിക്കുന്നുണ്ടെങ്കിലും. മുബീന മാം എന്തോ പറയാൻ വന്നോ? മുബീന മാം, ഈ സ്റ്റോറി കണ്ട സമയത്ത് ആർക്കെങ്കിലും കണക്ട് ആയോ? ആരുടെങ്കിലും ലൈഫ്? യെസ്, ഫാമിലി പേടിപ്പിക്കും, ഇൻസ്പയറിങ്. നുസ്രത് മാം പറഞ്ഞോളൂ. ഉണ്ട്, കുറെ ആൾക്കാർ ചാറ്റ് ബോക്സിൽ ഭയങ്കര റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നുസ്രത് മാം പറഞ്ഞോളൂ. കണക്ട് എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനായിട്ട് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രായം കുറച്ച് അധികമായപ്പം പിന്നെ ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് വന്ന് അങ്ങനെ താഴോട്ട് പോയി. പിടിച്ച് നമുക്ക് എന്താ പറയാ, ഉള്ളിൻ്റെ ഉള്ളിന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ആ തീ അങ്ങോട്ട്, അതാണ് വേണ്ടത്. അത് കെട്ടുപോകരുത്. അതിന് പകരം അവിടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വന്നുപോയി. അതാണ് എനിക്ക് എൻ്റെ ഫാൾട്ടും കൂടി മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, മാം എനിക്ക് തോന്നുന്നു മാം PSC അല്ലായിരുന്നു ട്രൈ ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അല്ല മാം, അതിപ്പോ അഥവാ മാം വിചാരിച്ച പോലെ അത് കിട്ടിയില്ല വിചാരിച്ചിട്ട് PSC ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ മാമിന്റെ ഒരു കിട്ടോ. ചിലപ്പോൾ എയിം മാറ്റേണ്ട സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. ദാറ്റ് മീൻസ് ആള് BCom എന്ന് ഉദ്ദേശിച്ച് വന്ന ആള് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പോലും ഇല്ല ഈ ആള്. പക്ഷെ BComൽ ഇത്രയും മാർക്ക് കിട്ടിയ സമയത്ത് പിന്നീട് എയിം മാറ്റി ചാർട്ടേഡ് അക്കൗണ്ടൻസിലേക്ക് വെച്ച് പിന്നെ അതിന് വേണ്ടി ഫുൾ ടൈം വർക്ക് ചെയ്ത. അതേപോലെ ചിലപ്പോൾ നമ്മൾ അതിലും വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടേണ്ട ആളായിരിക്കാം മാം ചിലപ്പോൾ മാം ഉദ്ദേശിച്ച PSC കിട്ടൂല എന്നുള്ളതല്ല കേട്ടോ. ഒരിക്കലും അതിൽ തളരാൻ പാടില്ല എന്ന് പറഞ്ഞത്. അല്ല, ഞാൻ ഈ CAക്ക് MBBSനും CAക്കും പഠിക്കണ കുട്ടികളുള്ള ഹോസ്റ്റലിൽ ഞാൻ നിന്നിട്ടുണ്ട്. അതിൽ MBBSന് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിലും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണ CAന്റെ കുട്ടികളാണ്. അപ്പൊ അത്രയും ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി CA പാസ്സാവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് തന്നെയാണത്. അത്രയും ഹൈ ആണ് ആ കുട്ടി. അത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. അത്രയും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആള്. ഒന്ന് ആലോചിച്ച് നോക്കി, കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് 9:30 ഉറങ്ങിയിട്ട് 3:30 എണീച്ച് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര, നമുക്കൊക്കെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞു തരലും ഒക്കെ ആളായിരുന്നു. അപ്പോ ഈ ഒരു വേറെ ആർക്കെങ്കിലും എപ്പം മൂത്രമൊഴിക്കാൻ എണീക്കുമ്പോഴും ഈ CAക്കാര് പഠിക്കുന്നുണ്ടാവും. അതെ അതെ അതെ, അത്രത്തോളം എഫേർട്ട് ഇട്ടാൽ അത്രയും ചെറിയ പെർസെൻറ്റേജ് അല്ലേ പാസ് ആവുന്നുള്ളൂ മാം. എല്ലാ വർഷവും അത്രയും ചെറിയ 2-3% ആൾക്കാർ മാത്രമേ ഓരോ ഇയറിലും പാസ് ഔട്ട് ആവുന്നുള്ളൂ. ഓരോ എക്സാമിന്റെയും പാസ് റേറ്റ്, ഇപ്പം എസ്പെഷ്യലി ഫൈനലിന്റെ ഒക്കെ എക്സാമിന്റെ. ഇവിടെ വേറെ ആരെങ്കിലും CA കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? CA എന്ന് മാത്രമല്ല, ഒരുപാട് ടഫ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. അതേപോലെ വേറെ ആർക്കെങ്കിലും കണക്ട് ആയോ ഇപ്പം പറഞ്ഞ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആർക്കെങ്കിലും ഒരു ഇതേപോലുള്ള ലൈഫ് കൂടെ കടന്നു പോയ ആൾക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ എത്താൻ തോന്നിയ എന്തെങ്കിലും സംഭവിച്ചോ? ഉണ്ട്, കുറെ ആൾക്കാർ ചാറ്റ് ബോക്സിൽ റിയാക്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷെഫീന പറയുന്നത് ഇൻസ്പയറിംഗ് ഫാമിലി. ഒക്കെ തീയൊക്കെ ഇട്ടിട്ടില്ല ഇവിടെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്? ഇതാണോ അല്ലേ? ഓക്കെ. ഇന്ന് ഇന്ന് നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, നമ്മൾ മുന്നൊരു പ്രാവശ്യം ഇതിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ പോകുന്നത്. എന്താ പറയുക, നമ്മളുടെ
ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും ഡീറ്റർമിനേഷനോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റാത്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കമ്പാരിസൺ തോട്ട്സ് എന്ന് പറയുന്നത്. കമ്പാരിസൺ തോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ അതിലിങ്ങനെ മറ്റുള്ള നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ട് ഇങ്ങനെ അത് ഓരോന്നും കാണുന്ന സമയത്ത് നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ നമുക്ക് സന്തോഷമല്ല മിക്ക ആൾക്കാർക്കും കിട്ടുന്നത്. അത് കാണുന്ന സമയത്ത് നമ്മൾ പുറമെ പറയുന്ന സമയത്ത് ചിലപ്പോൾ അടിപൊളിയാണല്ലോ മാഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ പോലും മൈൻഡില് ഭയങ്കര ഒരുപാട് എന്താണ് ഇപ്പം അസൂയാണെങ്കിലും അതേപോലെ എല്ലാം ഞാൻ ഉദ്ദേശിച്ച ആരെയും കുറ്റപ്പെടുത്തല്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവരെന്ത് അടിപൊളിയായിട്ടാണ് യാത്രകൾ ചെയ്യുന്നത്, എന്തൊക്കെ പുതിയ പുതിയ സാധനങ്ങളാണ് വാങ്ങുന്നത്, കാറ്, ബൈക്ക്, വീട്, യാത്രകള്, സ്മാർട്ട് ഫോൺ, ഐഫോൺ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേ നിൽക്കുകയാണ്. നമ്മളുടെ ഒട്ടുമിക്ക സമയവും ഈ സോഷ്യൽ മീഡിയ കാണുന്നതിലേക്കാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഇരിക്കുന്നപ്പോ അല്ലാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെറിയൊരു ആദ്യമൊക്കെ നമ്മള് ചെറിയ ഫ്രീ ടൈം കിട്ടുമ്പോ ഒക്കെ ഒന്ന് നോക്കുന്നതായിരുന്നു സ്മാർട്ട് ഫോൺ. ഇപ്പോ ഫ്രീ ടൈം ഒരു മിനിറ്റ് വേണ്ട, 30 സെക്കൻഡ് കിട്ടിയാൽ പോലും അറിയാതെ നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യും. ഓരോ മനുഷ്യന്മാരും അറിയാതെ ഫോൺ എടുക്കുക, ആരെങ്കിലും സ്റ്റോറി നോക്കുക, അല്ലെ റീല് കാണുക. റീല് കണ്ട് 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 ഒരു ദിവസം ഫുള്ള് ഭക്ഷണം പോലും കഴിക്കാതെ റീലുകൾ കാണുന്ന മനുഷ്യന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു സമയത്ത് ഒരു ഗോളും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ആകെ ടെൻഷൻ അടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് സമയം പോക്കുക പറഞ്ഞാല് ഫുൾ റീല് കണ്ടിട്ട് അല്ലെ ഷോർട്സോ കണ്ടിട്ട് ഇങ്ങനെ ഡോപ്പമൈൻ ഇങ്ങനെ കയറ്റിക്കൊണ്ടേ നിൽക്കുക. നമുക്ക് ഇങ്ങനെ ഓരോ ഹോർമോൺസ് ഇങ്ങനെ ഡിഫറെന്റ് മുർഷിദ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സിസ്റ്റർ ആണത്, മുർഷിദ പാഞ്ചിലി ബിസ്ന ആണെന്ന് തോന്നുന്നുണ്ട്. അവള് കേറുന്നില്ലെന്ന് ഓക്കെ. എനിക്ക് തോന്നി പെട്ടെന്ന് പേര് കണ്ടപ്പേ നമ്മളെ ടീം മെമ്പറിന്റെ സിസ്റ്റർ ഉണ്ടായില്ലേ, ആള് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ അത് നമ്മൾ തന്നെ അറിയുന്നില്ല ഒരു ദിവസം പോകുന്നതൊക്കെ എന്ത് പെട്ടെന്നായിരിക്കും അറിയോ. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആൾക്കാരുടെ ആണെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്ക് ഇപ്പൊ ഒരു ഫുഡൊക്കെ കഴിച്ച് റീലെ കണ്ടി അടുത്ത് തുടങ്ങിക്കഴിഞ്ഞാല് വൈകുന്നേരം നല്ല രാത്രി നല്ല ഉറങ്ങാൻ കിടക്കുന്നവരെ റീല് കണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവം എന്നറിയോ, ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാണ്ടൊന്നും ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിക്കണമെന്നില്ല. കാരണം എല്ലാവരും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തും ചിലപ്പോൾ നമുക്ക് മോശമൊക്കെ ആയി പോയേക്കാം. പക്ഷേ ഈ ഒരൊറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ ലൈഫിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരാളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ കാണുന്നതിൽ നമുക്ക് സന്തോഷമല്ല, നമുക്കിപ്പോ അത് കാണുന്നത് ത്രൂ സങ്കടമാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിനെ ആക്റ്റീവ്നെസ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിലേക്ക് ജലസി കൊണ്ടുവരുന്ന വ്ളോഗുകളും അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ഇടുന്നവരെ എനിക്കറിയാലോ. ഞാനിപ്പോ ഒരു പോസ്റ്റ് ഇടുന്നെങ്കിൽ എത്ര ഒരു മുഖത്തൊരു പുള്ളി ഉണ്ടെങ്കിൽ, ഇപ്പം എന്റെ കാര്യം ഞാൻ ജസ്റ്റ് തമാശക്ക് പറയാണ്, എസ്പെഷ്യലി ഇപ്പൊ ലേഡീസിന്റെ ഒക്കെ ആണെങ്കിൽ മുഖത്തൊരു പുള്ളി അല്ലെങ്കിൽ ഒരു പിമ്പിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫിൽറ്റർ വെച്ച് മായച്ച് വെളുപ്പിച്ച് കുട്ടപ്പിയ നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അമ്മാതിരി വെളുപ്പിച്ചിട്ടേ ഇടും. ഇത് കണ്ടിട്ടാണ്, ഫിൽറ്റേർഡ് വേർഷൻ കണ്ടിട്ടാണ് എന്താക്കുന്നത് മറ്റുള്ള മനുഷ്യന്മാർ അസൂയപ്പെടുന്നത്. നമ്മൾ വിചാരിക്കുമോ എന്ത് രസാലെ ഓരോരുത്തരുടെ ഫോട്ടോസ് ഓരിങ്ങനെ യാത്ര പോണതും. ഇപ്പം ചിലപ്പം ഈ ഇപ്പോഴത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഓരോരുത്തരുടെയും പ്രൈവസി പബ്ലിക് ആക്കുക എന്നുള്ളത്. ദാറ്റ് മീൻസ് അവരുടെ ഇപ്പൊ ചിലപ്പോൾ ഫാമിലി ലൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം മറ്റുള്ള മനുഷ്യന്മാർക്ക് കാണിച്ചതുകൊണ്ട് ഒരാവശ്യമുള്ള കാര്യങ്ങളായിരിക്കില്ല, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആരെയും ഇപ്പൊ നേരിട്ട് പോയി സംസാരിക്കുന്നൊന്നുമില്ല, എല്ലാവരും സോഷ്യൽ മീഡിയ ത്രൂള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അവരെന്താ കാണിക്കുക, അടിപിടി കൂടുന്ന ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇടൂലല്ലോ. ഇവര് ഫുള്ള് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എങ്ങനെ, അവര് ചിലപ്പോ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടാവും ചില ഭാര്യയും ഭർത്താവൊക്കെ, ബാക്കിയുള്ള സമയത്തൊക്കെ അടിയും പ്രശ്നങ്ങളും ആയിരിക്കും. ഇത് കണ്ടിട്ട് നമ്മൾ എന്താ സംഭവിക്കുന്നത്,
എന്റെ ലൈഫിൽ ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെറുതെ നമ്മളുടെ എനർജി വേസ്റ്റ് ചെയ്യുക. ആ സമയം ശരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തിലേക്ക് നമ്മളുടെ മേഖലയും നമ്മളുടെ കഴിവുകളും മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണ് നമ്മൾ ഇവിടെ ഒരുപാട് വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നത്. അപ്പൊ എല്ലാവരും ഒറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ ആകെ അതിൽ ഒരു ചേഞ്ച് വരുത്തിയെന്ന് വെച്ചാല് ഇത്ര സമയം, ഒരു ചെറിയൊരു സമയം നിശ്ചയിക്കുക, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയ എടുക്കുള്ളൂ എന്ന് ഒരു കാര്യം വെക്കുക. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരത് ആ വേറൊരാളുടെ പോസ്റ്റോ സ്റ്റോറിയോ നമ്മൾ കാണുമ്പോൾ ആ സ്റ്റോറിയോ ഇതോ കാണുന്ന സമയത്ത് നമ്മൾക്ക് സന്തോഷം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഫർമേഷനും നമുക്ക് എന്തെങ്കിലും ഒരു ബെറ്റർമെന്റ് കൊണ്ടുവരാൻ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ അൺഫോളോ ചെയ്തേക്ക്. വെറുതെ നമ്മൾ എന്നെ ഫോളോ ചെയ്തിട്ട് ഈ എന്താ റോഡിൽ കൂടെ പോണ പാമ്പിനെടുത്ത് തലയിലിടുക എന്ന് പറയും പോലെ നമ്മൾ എന്നെ ഒരാളെ കുറിച്ച് നമ്മൾ നല്ലത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന ആൾക്കാരാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിക്കളെ, അല്ലെങ്കിൽ അത് അൺഫോളോ ചെയ്ത് ഒഴിവാക്കിക്കളെ അവരെ. എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള മേഖലകൾ കണ്ടെത്തിയിട്ട് അതിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷനോ അറിവുകളോ ശേഖരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക്. ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സോ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് അവർ നമുക്ക് ചില കാര്യങ്ങൾ അവരിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാനുണ്ടാവും. പിന്നെ വേറൊന്ന് വെച്ചാൽ മറ്റുള്ളവര് ഉപയോഗിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആവണം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾക്ക് നമ്മളേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ടാവണം. അതേപോലെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അവർ ഓൺ വേ സൃഷ്ടിച്ചെടുക്കാൻ പറ്റണം. നമ്മൾ ഇൻസ്പയർഡ് ഫ്രം അതേഴ്സ് എന്നുണ്ടെങ്കിൽ പോലും കഴിയുന്നിടത്തോളം നമ്മളുടേതായിട്ടുള്ള ഒരു രീതി എല്ലാ കാര്യങ്ങളിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ അതില് ഇപ്പോ ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ആരൊക്കെയാണ് സ്വന്തമായിട്ട് വിഷൻ ബോർഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തവരുള്ളത്? ഓൾറെഡി വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തവർ ആരൊക്കെ ഉള്ളത്? ഹിബ മാം ഉണ്ട്, ഓക്കെ. ഷമീമ മാം, ഓക്കെ. അസ്ല മാം ഉണ്ടല്ലോ അല്ലേ? വേറെ ഓൾറെഡി വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തത് വിഷ്വലൈസേഷൻ ചെയ്യുന്ന ആൾക്കാർ? നുസ്രത് മാം ഉണ്ടോ? ഷമീല മാം ഉണ്ട്, ഓക്കെ. ഷമീല നമ്മുടെ സ്റ്റുഡന്റ് ആണ്. ഷെഫീന മാം ഉണ്ട്, ഓക്കെ. സഫീന മാം ഉണ്ട് അല്ലെ? ഹസ്ന, ഓക്കെ. ഹസ്ന ബീബ, സഫീന മാം, ഹസ്ന, ഷമീമ, ഓക്കെ. ഇത്രേ ആൾക്കാർ ഇവിടെ ഉണ്ടാക്കി തരാന്ന് പറയാം. മാം ക്രിയേറ്റ് ചെയ്തിട്ടില്ല? ഇല്ല. ആ, ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്യണം മാം. എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ തോട്ട്സ് കുറച്ചെടുക്കാനുള്ള വൺ ഓഫ് ദി ഫാക്ടർ ആണ് ലൈഫിൽ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? നമ്മൾക്ക് എല്ലാ മേഖലയിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മളുടെ വെൽത്ത് ആയിക്കോട്ടെ, നമ്മളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മളുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഈ 4 മേഖലയിലും നമ്മൾക്ക് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കണം എന്നുള്ള പ്രോപ്പർ ക്ലാരിറ്റി വരുത്തുന്ന ഒരു പ്രോസസ്സാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം എല്ലാവരും ഇന്ന് ഞാൻ ചെറിയൊരു ടാസ്ക് തരാണ്. ടാസ്ക് പറഞ്ഞാൽ എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതണം. നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള? എങ്ങനെ? നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള? ആ, ഉണ്ട്. നമ്മളുടെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി അയച്ചു തരുന്നുണ്ട്. ആ, ഓക്കെ. വൺ മോർ ടൈം ദ 4 തിങ്സ് പ്ലീസ്. ഒന്ന് ആരോഗ്യം, ഹെൽത്ത്. രണ്ടാമത്തത് വെൽത്ത്. മൂന്നാമത്തത് റിലേഷൻഷിപ്പ്. നാലാമത്തത് സ്പിരിച്വാലിറ്റി. ജസ്റ്റ് എല്ലാരും ഒരു ചെറിയൊരു
ചെറിയൊരു കാര്യം ഞാൻ പറയാണ്, ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആരും അങ്ങനെ എഴുതാനൊന്നും റെഡി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കില്ല. എന്നാലും പറ്റുന്നവരൊന്ന് എഴുതി വെക്കി. എന്തെന്നറിയോ, ഈ 4 മേഖലയിലും നിങ്ങൾക്ക് ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ട ഒരു 5 കാര്യങ്ങൾ എഴുതുക. ഇമ്പ്രൂവ്മെന്റ് മീൻസ് ലൈഫിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ ഒരു 5 കാര്യങ്ങൾ എഴുതി വെക്കുക. ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ബുക്ക്, ഏത് ബുക്കാണോ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ബുക്ക് അടുത്ത പേപ്പറോ പെന്നോ എടുത്തിട്ട്, ഇപ്പം വീട്ടിലായിരിക്കും ഉണ്ടാവും മിക്ക ആൾക്കാരും, ഒന്ന് എടുത്തിട്ടൊന്ന് എഴുതാൻ പറ്റുന്നവരൊന്ന് എഴുതുക. ആദ്യം നമുക്കിപ്പോ ഒരു കോർഡിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വെൽത്ത് പരമായിട്ട് എഴുതിക്കോളി. വെൽത്ത് ആകുമ്പം എല്ലാവർക്കും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്ര വരുമാനം മാസം കിട്ടുന്ന ഒരാളായിട്ട് എനിക്ക് മാറണം. അത് നിങ്ങൾക്ക് എത്ര എഴുതാം, എത്ര ലക്ഷങ്ങൾ, എത്ര കോടികളോ എഴുതാം. അതേപോലെ നിങ്ങൾക്ക് വീട്ടിലെ കാറ് അപ്ഡേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോ വീട്, നിങ്ങളെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും പുതിയ സൗകര്യങ്ങളോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റും. അത് ശരിക്കും എഴുതുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് സ്പെസിഫിക് ആക്കി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം വീട്ടിലെ കാറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. പിന്നെ അതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്ര മനുഷ്യന്മാരെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെന്നും കൂടി ഒന്ന് എഴുതി വെക്കുക. ഇപ്പം ഭക്ഷണമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോ വീടുണ്ടാക്കി കൊടുക്കാനോ, അല്ലെങ്കിൽ ഇപ്പം മരുന്ന് വാങ്ങി കൊടുക്കാനോ, വിദ്യാഭ്യാസം കൊടുക്കാനോ, അങ്ങനെ എത്ര മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു ചെറിയ സഹായമായിട്ട്, അല്ലെങ്കിൽ എല്ലാ ഓരോ മാസവും ഇത്ര ആളുകൾക്ക് സഹായമായിട്ട് മാറാൻ എനിക്ക് പറ്റണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് മാസവരുമാനം എഴുതാം, അല്ലെങ്കിൽ വർഷവരുമാനം. ഇപ്പോൾ ഒരു വർഷത്തിൽ, അല്ലെ 2 വർഷത്തിൽ, 5 വർഷത്തിൽ എത്ര പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു ചെക്ക് എടുത്തിട്ട് അതിൽ നിങ്ങൾക്കിപ്പം അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഇത്ര ഒരു എമൗണ്ട് എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് തന്നെ സൈൻ ചെയ്തിട്ട് കയ്യിൽ വെക്കുക. ഒരു ഡേറ്റ് ഇട്ടിട്ട് അത് കയ്യിൽ വെക്കുക. എന്താ സംഭവം എന്നറിയോ, നമ്മൾ സ്ഥിരമായിട്ട് അതെടുത്ത് നോക്കുകയും വേണം കേട്ടോ. ആ എമൗണ്ടിലേക്ക് എത്താൻ നമ്മൾ സ്ഥിരമായിട്ട് അത് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടേ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ എമൗണ്ടിലേക്ക് എത്തിപ്പെടാനുള്ള ഐഡിയകൾ നമ്മളുടെ ലൈഫിൽ കിട്ടും. അതേപോലെ നമ്മളുടെ ജീവിതത്തിലെ ഹാബിറ്റുകളിൽ ചേഞ്ചുകൾ വരും. ഡെയിലി നമ്മൾ ഇപ്പം കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ശീലങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ പറ്റൂല എന്ന് നമുക്കറിയാം. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ആ എമൗണ്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യും. ഇപ്പൊ കരിയറിന്റെ 5 കാര്യങ്ങൾ എല്ലാവരും എഴുതി. 5 ആയിരിക്കില്ല കരിയർ വൈസ്, കരിയർ വെൽത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടാവുക. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ജോബിൽ എത്തിപ്പെടണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര വരുമാനത്തിലേക്ക് എത്തിക്കണം ആ കമ്പനി എന്നുള്ള രീതിയിലൊക്കെ ഗോളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാൻ പറ്റും. ആരെങ്കിലും എഴുതുന്നുണ്ടോ? അവരൊന്നും മിണ്ടുന്നത് കാണുന്നില്ല. എഴുതുന്ന തിരക്കിലായിട്ടായിരിക്കാം. എഴുതുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. സോ ഡു യു ഹാവ് എനി എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് മാജിക് ചെക്ക്? മാജിക് ചെക്കോ? കേട്ടോ, മാജിക് ചെക്ക് എനിക്കറിയില്ലേ. എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ലൈഫിൽ. ഇങ്ങനെ ഒരു ചെക്ക് ഞാൻ എഴുതി വെച്ചിട്ട് ആ സമയമാകുമ്പോഴത്തേന് ആ ഒരു എമൗണ്ട് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ശരി, യെസ്, താങ്ക് യു. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. റിലേഷൻഷിപ്പ് പരമായിട്ട് എഴുതാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ
ഫാമിലിയുമായിട്ട് ഇപ്പം ഏതെങ്കിലും കുടുംബക്കാരുമൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുറച്ച് റിസോൾവ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തെടുക്കുന്നു ഇത്ര സമയം കൊണ്ട്, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതാണെങ്കിൽ എഴുതി വെക്കുക. അതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിന്റെ കൂടെ യാത്രകൾ പോകാനുള്ള സ്ഥലങ്ങൾ ഏതാണ്, ഫാമിലിന്റെ കൂടെ നിങ്ങൾക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ പോകണം, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ കാശ്മീറോ അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ ഏതാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉംറക്ക് പോകാനോ അങ്ങനത്തെ എന്തെങ്കിലും സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യാത്രകൾ ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എഴുതി വെക്കാം. ഞാനിപ്പോ ജസ്റ്റ് 5 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര എഴുതട്ടോ, നിങ്ങൾക്ക് ഒരു ഹെഡിങ് ഇട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ എഴുതി വെക്കാൻ പറ്റേ. ഞാൻ ഇപ്പം ജസ്റ്റ് ടൈം ഷോർട്ട് ആയതുകൊണ്ട് മാത്രം 5 കാര്യങ്ങൾ പറഞ്ഞതാണ്. 5 എന്നുള്ള ലിമിറ്റേഷൻ വെക്കണ്ട, എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം എഴുതിക്കോളൂ. റിലേഷൻഷിപ്പ് പരമായിട്ട് ഇത് മാത്രമല്ല കേട്ടോ, ദാറ്റ് മീൻസ് യാത്രകൾ പോണത് മാത്രമല്ല. ഇത് ഇപ്പം ചില ഫാമിലിയിലൊക്കെ ഇപ്പം ഒരു മ്യൂച്വൽ റെസ്പെക്ട് കുറവുള്ള ഫാമിലികൾ ഉണ്ടാവും. ചിലപ്പം ഭർത്താവിന്റെ ഒരു ടൈം കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാത്ത മനുഷ്യന്മാരുണ്ടാവും. അങ്ങനത്തെവരൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പൊ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കല്യാണം കഴിക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടാവും. കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ കല്യാണം എങ്ങനെ ഏത് രീതിയിലുള്ള മനുഷ്യനെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റണം എന്നുള്ളത് എഴുതി വെക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മൾ അത് എഴുതി വെച്ചാൽ മാത്രം പോരാ, ആ രീതിയിലേക്ക് നമ്മൾ മാറി വരിക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. ഓട്ടോമാറ്റിക്കലി നമ്മൾ എങ്ങനത്തെ ആളെയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതേപോലുള്ള ആളായിട്ട് നമ്മൾ മാറുക. നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ലൈഫിൽ വേണോ, നമ്മളുടെ മെന്റാലിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മളുടെ ലുക്സ് ആയിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് നമ്മളുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള എല്ലാ ഇമ്പ്രൂവ്മെന്റും നമ്മൾ സെൽഫ് എഫേർട്ട് എടുത്ത് ഹാബിറ്റുകൾ മാറ്റിയിട്ട് കൊണ്ടുവരണം. പിന്നെ അടുത്ത അതേപോലെ ഹെൽത്ത് പരമായിട്ട് ഇപ്പം ഇതെല്ലാവരും എഴുതിയോ? കരിയറും റിലേഷൻഷിപ്പും എല്ലാവരും എഴുതിയോ? ഇത് ആദ്യമായിട്ടായിരിക്കില്ല ഇങ്ങനെ ഫ്രീ ക്ലാസ്സിന് വന്ന് എഴുതിക്കൊക്കെ ചെയ്യുന്നത്. കേട്ട് നിങ്ങൾ കേട്ടങ്ങ് പോവാന്ന് വിചാരിച്ച് വന്നതിന് ഇയാളെ കൊണ്ട് നിൽപ്പാന്ന് വിചാരിച്ചിട്ടുണ്ട് ആൾക്കാർ. നിങ്ങൾക്ക് എന്തായാലും ഇതുകൊണ്ട് മോശം ഉണ്ടാവില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു 2-3 വർഷം മുന്നേ ഇതേപോലെ എഴുതി വെച്ച് ഞാൻ എൻ്റെ വിഷൻ ബോർഡാക്കി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു 30% കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ഗോഡ്. അപ്പൊ എന്താ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടും നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്നുള്ള നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ്. അടുത്തത് ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കുറച്ചും കൂടി തടി കൂട്ടണം എന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് 6 പാക്ക് ബോഡി ആക്കണം എന്ന് ആഗ്രഹമുണ്ടോ, ബെല്ലി ഫാറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ടോ, അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യാനുള്ള രീതിയിലുള്ള എക്സസൈസ് റൂട്ടീൻസോ അല്ലെങ്കിൽ ഫുഡിലുള്ള ഇപ്പം ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ആ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി എഴുതാം. ഡെയിലി എക്സസൈസ് ഞാൻ അതെ ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം ഡിസയറുകൾ എഴുതുന്നത്. അതേപോലെ ഇപ്പം ഇത്ര പുഷപ്സ് ഞാൻ ഡെയിലി എടുക്കും, അല്ലെങ്കിൽ ഇത്ര ഒരു ലിമിറ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുള്ളൂ, ഇത്ര വെള്ളം ഞാൻ ഡെയിലി കുടിക്കും, മീൻസ് ഒരു 3 ലിറ്റർ 4 ലിറ്റർ എങ്കിലും വെള്ളം മിനിമം ഞാൻ ഡെയിലി കുടിക്കും എന്നുള്ള രീതിയിൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള. അപ്പോൾ അതേപോലെ ആ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റിലേക്കുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മളെ മെന്റൽ ഹെൽത്തിനും കൂടെ ബെറ്റർ ആണ്. സോഷ്യൽ മീഡിയക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ട് ടൈം കൊടുക്കുക, ഇത്ര സമയം ചെയ്യുള്ളൂ, ആവശ്യമില്ലാത്ത ആൾക്കാരെ ഞാൻ അൺഫോളോ ചെയ്യും. വെറുതെ ഈ ഷോപ്പിന് വേണ്ടി മാത്രം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചിട്ട് ഭയങ്കര അടിപൊളിയായി ജീവിക്കുന്ന പോലെ കണ്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെ മെയിനായിട്ട് മൊത്തം ഫേക്കിംഗ് ആയിരിക്കും നമ്മൾ കാണുന്നത്. എല്ലാരെയും അല്ലട്ടോ ഞാൻ പറയുന്നത്, ചില ആൾക്കാരെ ലൈഫ് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത്രയും കഷ്ടതയെന്നൊക്കെ പൊങ്ങി വന്നതൊക്കെ കാണുമ്പോൾ നമ്മളും ആ ഒരു രീതിയിൽ ചിന്തിക്കരുത്. നമ്മൾ ശരിക്ക് നമുക്ക് 2 രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താം. ഒന്ന്, അതേപോലെ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഓൾറെഡി ഉള്ള മൈൻഡ് സെറ്റ് താഴോട്ട് കൊണ്ടുപോവാം. അല്ലെങ്കിൽ
വേറെ രീതിയിൽ എടുക്കുക. അതേപോലെ അല്ലെങ്കിൽ എന്റേതായ രീതിയിൽ എനിക്കും ആ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മാറണം എന്ന് ചിന്തിച്ചിട്ട് അതിനു വേണ്ടി ഹാബിറ്റിൽ മാറ്റങ്ങൾ വരുത്തി ഡെയിലി ദിനചര്യകൾ മാറ്റിയിട്ട് ആ രീതിയിലേക്ക് ഉയർന്നു വരാനും പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോ ഹെൽത്ത് പരമായിട്ട് എല്ലാവരും എഴുതിയോ? 5 മിനിമം 5 എഴുതണേ. അടുത്തത് അതേപോലെ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരു 5 കാര്യം. ഇതൊക്കെ ഇപ്പം ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ ഇപ്പം ഗോഡുമായിട്ടുള്ള കണക്ഷൻ, അവർ ഏത് ഗോഡിലാണോ, ഇപ്പം യൂണിവേഴ്സിലാണെങ്കിൽ അള്ളാലോ അല്ലെങ്കിൽ യേശുക്രിസ്തുലോ ഏതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും അവര് ഗോഡ് എന്ന് വിശ്വസിക്കുന്ന ഗോഡുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയൊക്കെ ശരിക്ക് ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥന ആക്കി മാറ്റും. വെറുതെ ഒരു കടമ പോലെ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് പകരം ഈ ഭൂലോകം മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന ദൈവത്തിനോടാണ്, പടച്ചവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള എന്ത് കാര്യങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് നടത്തി തരാൻ കഴിവുള്ള പടച്ചവന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മുന്നിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും സ്പിരിച്വൽ ബിലീഫ് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അധിക കാര്യങ്ങൾ മിസ്സായി പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കണമെങ്കിൽ അത് എൻ്റെ പ്രെയർ ഞാൻ പ്രോപ്പർ ആക്കും. ദാറ്റ് മീൻസ് പ്രെയർ ഇപ്പം കുറച്ച് മിസ്സായി പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് ഞാൻ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് എൻ്റെ പ്രെയർ ഞാൻ കറക്റ്റ് ടൈമിൽ എല്ലാ പ്രെയറും ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ എഴുതാം. അല്ലാത്തവർക്ക് പ്രെയറും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്, പക്ഷെ ഒരു കണക്ഷൻ കിട്ടാത്തവരാണെങ്കിൽ ആ ഒരു കണക്ഷൻ എനിക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അതേപോലെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്കൊക്കെ പാപമോചനം തേടപ്പം ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു രീതിയിൽ ഫോർഗിവ്നെസ്സിന് തേടാനും, അതേപോലെ നമ്മൾക്ക് ലൈഫിൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു അടിമയായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് മാറാനൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനയിലോ അതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇതേപോലെ ഒരു 5 കാര്യങ്ങൾ എഴുതാം. ഇപ്പം സ്പിരിച്വാലിറ്റി റിലേറ്റഡ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ഇൻക്ലൂഡഡ് ആക്കി ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നുകൂടി മെന്റൽ കാംനെസ് കിട്ടാനും ക്ലാരിറ്റി കിട്ടാനും കോൺസെൻട്രേഷൻ കിട്ടാനൊക്കെ നമുക്ക് ഡെയിലി ഒരു ചെറിയ മെഡിറ്റേഷൻ, ഇപ്പം യൂട്യൂബിൽ അടിച്ചാൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു മെഡിറ്റേഷന്റെ ഫയൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ടീം മെമ്പറെ കണക്ട് ചെയ്താലും മതി. മിസ് ഞങ്ങളൊന്ന് നമ്പർ താഴെ മെൻഷൻ ചെയ്യണേ. ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഇപ്പം മെഡിറ്റേഷന്റെ ഫയൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരും. എല്ലാവരും എഴുതിയോ? 4 സെക്ടറിലേക്കുള്ള കാര്യങ്ങൾ എഴുതി വെച്ചോ? എഴുതിയവരൊക്കെ ഒന്ന് യെസ് പറയോ താഴെ കമന്റിൽ. അസ്ലാമൊക്കെ ഓൾറെഡി അന്ന് നമ്മളെ സെഷനിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? യെസ്, അസ്ലാം യെസ്, ജുമാന യെസ്, ഷഫീന യെസ്, മുർഷിദ യെസ്, ഇബ്രാഹിം യെസ്, സഫീന യെസ്, ഷറീമ യെസ്, ജസീറ യെസ്, നജിലാമൻ യെസ്. ഒക്കെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് പറഞ്ഞിട്ടായാലും എഴുതിയിട്ടുണ്ടല്ലേ. താങ്ക് യു സോ മച്ച്. ശ്രീഹരി യെസ്, ശ്രീഹരി താങ്ക് യു. ഫാത്തിമ യെസ്, ഷബ്ന യെസ്, ലാക്സ് യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ആൾക്കാർ അത് പെട്ടെന്ന് പറഞ്ഞിട്ടായാലും ഒരു പ്രിപ്പയർ. ഹസ്ന ഹബീബ യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഈ നമ്മളിപ്പം നമ്മളുടെ ഒരു മിനിമം ഗോൾസ് ആണ് ഇപ്പൊ 5 മാത്രമേ എഴുതിയിട്ടുള്ളത്. 5 നല്ലൊരു മനുഷ്യൻ ഉണ്ടാവുക. ചില ആൾക്കാർ 5 അധികം എഴുതിയിട്ടുണ്ടാവും. ഓൾറെഡി ഇത് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി അവർക്കൊരു വിഷൻ ബോർഡ് ഉണ്ടായേക്കാം. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 സെക്ടറിലും എന്ത് ചെയ്യാന്നറിയോ? നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും നമ്മൾ കാരണം മറ്റുള്ള മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ട സഹായങ്ങളായിക്കോട്ടെ അതെല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷനും എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ട്
ഈ 4 സെക്ടറിലേക്കും നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ടോ അത് നമ്മൾ ശരിക്കും ഇപ്പൊ നാളെയൊക്കെ ഇപ്പൊ ഇനിയിപ്പോ ഒന്ന് പുറത്തൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും റീല് കാണുക വീഡിയോ കാണുക ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എഴുതി ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ ഇതേപോലെ എൻ്റെ ലൈഫിലും വേണമല്ലോ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ആവശ്യമുള്ളത്, ഒരു കാറ് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും ആരെ സഹായിക്കുന്നത് കാണാൻ ഇതേപോലെ എനിക്കും എൻ്റെ ജീവിതത്തിൽ സഹായിക്കാൻ പറ്റണം. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ ആലോചിച്ചിട്ടല്ല കേട്ടോ അത് എഴുതേണ്ടത്. നിങ്ങളിപ്പം കറന്റ് വലിയ ഒരു സാമ്പത്തികമായിട്ട് നല്ല രീതിയിലല്ല കറന്റ് എങ്കിൽ പോലും അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, സഹായിക്കാൻ എനിക്ക് പറ്റണം എന്നുള്ള രീതിയിലുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ അതാണ് എഴുതി വെക്കേണ്ടത്. അല്ലാതെ ഇപ്പം എന്റെ സാഹചര്യം മോശമാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിൽ ലിമിറ്റേഷൻ കൊടുക്കരുത് ചിന്തകൾക്ക്. അപ്പൊ നമ്മൾ പറയല്ല ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയും പോലെ നമ്മൾ ചിന്തിക്കുന്ന ഓരോ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യന്മാരുടെ ചിന്തയിലൂടെയാണ്. ദൈവമാണ് എല്ലാം സൃഷ്ടിക്കുന്നതെങ്കിൽ പോലും മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് ചിന്തകൾ ഇട്ട് കൊടുത്തിട്ട് ആ ചിന്തകളെ വിശ്വസിച്ച് അതിനു വേണ്ടി പ്രയത്നങ്ങൾ എടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്കാണ് ഓരോ പ്രൊഡക്റ്റുകളായാലും സർവീസുകളായാലും കണ്ടെത്താൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണോ നമ്മളുടെ മൈൻഡിൽ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ സൃഷ്ടാവും നമ്മളുടെ ഗോഡുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് വേണം എഴുതുക. ഇപ്പോഴത്തെ കറന്റ് ലിമിറ്റേഷൻ വെച്ചിട്ട് ഒരു എന്താ എഴുതുന്ന ഗോൾസിലും വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ലിമിറ്റേഷൻ വെക്കാതെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഒരു 2 ദിവസം ഇങ്ങനെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം എടുത്തിട്ടാണെങ്കിലും ആളൊന്നും ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ 4 സെക്ടറിലും കുറച്ച് കൂട്ടി ചെയ്ത ഓരോ കാര്യം എന്തൊക്കെയാണ് സ്പെസിഫിക് ആക്കി എഴുതാൻ ശ്രമിക്കുക. ഒരു കാറ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന കാറ്, ഇന്ന കളറ്, ഇന്ന ബ്രാൻഡ്, ഇന്ന നമ്പർ പ്ലേറ്റ് എന്നുള്ള രീതിയിൽ അത്രയും സ്പെസിഫിക് ആക്കി എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ എഴുതി വെച്ചൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ആ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് കളക്ട് ചെയ്യുക ഗൂഗിളിൽ ഇപ്പൊ നിങ്ങളിപ്പം ഒരു കാറിന്റെ ഇന്ന കളറുള്ള ഫോട്ടോ ഉള്ള കാർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു രാജ്യത്ത് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുള്ള ഫാമിലി പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതും അതിൽ കിട്ടും. അപ്പൊ എന്ത് ചെയ്യാറിയോ, അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോസ് കളക്ട് ചെയ്തെടുക്കുക. ഓരോ ഫോട്ടോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഫോട്ടോസ് എന്ത് ചെയ്യുക, പറ്റുന്നവര് ആ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുപ്പിക്കുക, കളർ പ്രിന്റ് എടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചാർട്ടിലോ അല്ലെങ്കിൽ ഒരു ബോർഡിലോ ആണെങ്കിൽ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഓരോ ഇപ്പം ഇയർ കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു വർഷവും അതേപോലെ നിങ്ങൾക്ക് മന്തും ഡേറ്റും ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇന്ന സമയം ആകുമ്പോഴേക്കും അവിടെ എത്തിയിരിക്കുക എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഓരോ ഡേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഒട്ടിച്ച് വേണമെങ്കിൽ ഒരു ബോർഡ് പോലെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഒരു ബുക്കിൽ വേണമെങ്കിൽ ഒട്ടിച്ച് ദിവസവും രാവിലെയും രാത്രിയും ഇതെടുത്ത് നോക്കണം കേട്ടോ. ഇതെടുത്ത് കാണണം. കണ്ടാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന രീതിയിൽ ഫീലിങ്ങോട് കൂടിയിട്ട് ആ ഒരു ഇമോഷനോട് കൂടിയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റണം. അത് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അഥവാ മറ്റുള്ളവർ കാണുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇപ്പം ഹോസ്റ്റലിൽ ജീവിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ, അപ്പം മക്കൾ വന്ന് കീറിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസ് എല്ലാം കൂടി ഒന്ന് കോപ്പി ചെയ്തിട്ട് ഒരു ഫോൾഡറിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാ ദിവസവും രാവിലെ എണീച്ചുടനെയും ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുന്നേ എടുത്തിങ്ങനെ, അതിനാണ് മോർണിംഗ് വിഷ്വലൈസേഷൻ, നൈറ്റ് വിഷ്വലൈസേഷൻ പറയും. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുക എന്താ വെച്ചാൽ നമ്മൾ എന്ത് കാര്യങ്ങളാണോ ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതാണ് നമ്മളുടെ ലൈഫിലും റിപ്പീറ്റ് ചെയ്യപ്പെടുക. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലും പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഒരു വീട്ടില് ഈ കുടുംബ പ്രശ്നങ്ങളുള്ള ഇപ്പം അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഒരു സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്, സ്ഥിരമായിട്ട് അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കുടുംബത്തിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമായിരിക്കും. കാരണം ഇതേപോലെയുള്ള സംഭവങ്ങളാണ് മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതേപോലെ നമ്മൾ വാർത്തകൾ തുറന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും നെഗറ്റീവ് വാർത്തകളായിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക്
വാർത്തകൾ കുറച്ചൊന്ന് നോക്കൊക്കെ വേണം, കുറച്ച് ഈ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. പക്ഷെ സ്ഥിരമായിട്ട് അങ്ങനെ നെഗറ്റീവ് വാർത്തകൾ മാത്രം കാണുന്നതിന് പകരം ആ സമയം നമ്മൾക്ക് നമ്മളെ മേഖല മനസ്സിലാക്കിയിട്ട് അതിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ പഠിക്കാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും അറിയുന്നതിന് പകരം ഏതെങ്കിലും ഒരു മേഖല നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിൽ എക്സ്പെർട്ടൈസ്ഡ് ആവുന്നതാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് അബണ്ടൻസിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വരുന്ന കാര്യം. അല്ലാതെ എല്ലാം കൂടി പഠിച്ചെടുത്തിട്ട് നമുക്ക് ഒന്നിലും എക്സ്പേർട്ട് അല്ലാത്ത രീതിയിലേക്ക് ആയിപ്പോ ഒരുപാട് അറിവ് എല്ലാ മേഖലയിലും കിട്ടുന്നതിന് പകരം ഏതെങ്കിലും ഒരു മേഖല കണ്ടെത്തി അതിലായിട്ട് എക്സ്പെർട്ടൈസ് ആവാൻ ശ്രമിക്കുക. അപ്പൊ ഇതേപോലെ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നൊക്കെ കുത്താൻ പറ്റുന്ന ബോർഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചാർട്ടിൽ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ അത് വാളിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും. നിങ്ങൾ ദിവസവും രാവിലെ എണീച്ച ഉടനെ കാണുന്ന ഒരു വാള്, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തും കാണുന്ന ഒരു വാളിൽ ഒട്ടിച്ചു വെക്കാം. മറ്റുള്ള ഇപ്പം റൂമിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ, നമ്മളുടെ ലൈഫിൽ 83% കാര്യങ്ങളും നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മളുടെ മൈൻഡ്, നമ്മളുടെ ഉപബോധ മനസ്സ് റിസീവ് ചെയ്യുക. അതേപോലെ 11% കാര്യങ്ങൾ കേൾക്കുന്ന 11% കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളുമാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങി വരിക. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാക്കി മാറ്റുക. ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഡെയിലി മറ്റുള്ളവരുടെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ കാണുന്നതിന് പകരം നമ്മൾക്ക് എന്താണോ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാൻ ആവശ്യം, നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആഗ്രഹമുള്ള ഈ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് രാവിലെ എണീക്കുന്ന സമയത്തും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ സംഭവം എന്നറിയോ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും നമ്മളുടെ ഉപബോധ മനസ്സ് ആക്റ്റീവാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ നമ്മളുടെ മൈൻഡ്, നമ്മളിപ്പം സ്വപ്നം കാണുന്നുണ്ട്, നമ്മൾ ശ്വസനം നടക്കുന്നുണ്ട്, നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്, നമ്മളെ ഫുൾ ബോഡി എപ്പോഴും വർക്കിംഗ് ആണ്. അപ്പൊ എന്താ സംഭവം, നമ്മള് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്താ പറയുക, ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ പാട്ട് കേട്ട് ഉറങ്ങിക്കഴിഞ്ഞാല് അതേ പാട്ട് രാവിലെ എണീക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടു, അറിയാതെ നമ്മളെ വായിൽ ഇങ്ങനെ ആ ടൂൺ ഇങ്ങനെ വരും അറിയാതെ. ചില ആൾക്കാർക്ക് ഉണ്ടായേക്കാം, അപ്പൊ അങ്ങനത്തെ തോന്നാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ, അത് പാട്ടായിക്കോട്ടെ, ആ പാട്ടിന്റെ പകരം നമ്മൾ ഇതേപോലെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിഷൻ ബോർഡിലേക്ക് എത്തിപ്പെടാനുള്ള ഐഡിയകൾ പോലും നമ്മളുടെ സ്വപ്നത്തിലും അതേപോലെ നമ്മളുടെ മൈൻഡിൽ വരും. രാവിലെ എണീക്കുന്ന ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കിയാലോ. അപ്പം ഓരോരുത്തരുടെയും മൈൻഡിൽ ഓരോ ഐഡിയകൾ വന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണല്ലോ ഓരോരുത്തരെ ഓരോ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ. അപ്പൊ ഇതേപോലെയുള്ള ഐഡിയകൾ നമ്മളുടെ മൈൻഡിൽ ഉദിക്കും. അതേപോലെ രാവിലെ എണീച്ച ഉടനെ നമ്മൾ ഈ കാര്യം കണ്ടുകൊണ്ട് ഉണരുമ്പോൾ ഈ ദിവസത്തിന്റെ മുന്നേ എനിക്ക് ഇത്ര ഒരു കാര്യം നേടിയെടുക്കണമല്ലേ, അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇതേപോലെ മടി കാണിച്ചാൽ പറ്റൂലല്ലോ, ഞാൻ എൻ്റെ ശരീരത്തിന് നോക്കണം, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഞാൻ എൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ബുക്കുകൾ വായിക്കണം, അല്ലെങ്കിൽ നല്ല വീഡിയോസ് കാണണം, നല്ല എന്തെങ്കിലും പുതിയ പുതിയ ക്ലാസ്സുകളോ സെമിനാറുകളോ എന്താണോ എനിക്ക് പറ്റുക ആ രീതിയിൽ എനിക്ക് എഫേർട്ട് എടുത്ത് പഠനങ്ങൾ നടത്തണം എന്നുള്ള രീതിയിലുള്ള തോട്ട്സ് ഓട്ടോമാറ്റിക്കലി. കാരണം അല്ലാതെ ഓരോ ദിവസവും അത് കണ്ടതുകൊണ്ട് മാത്രം നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരില്ല നമുക്കും അറിയാം. പക്ഷെ ഇതിലേക്ക് എത്തിപ്പെടണം സ്ഥിരമായിട്ട് നമ്മളെ മനസ്സിന് ഇങ്ങനെ മെസ്സേജ് അവരുടെ 83% കാണുന്നതും 11% കേൾക്കുക. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കാണുകയും കൂടി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അത് കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ തന്നെ പറയുന്നത് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ നമ്മളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് വലിയ മാറ്റം വരികയല്ല ചെയ്യാം, നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. നമ്മളുടെ ഹാബിറ്റുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ആദ്യത്തിൽ വന്ന് പിന്നെ അത് വലിയ മാറ്റങ്ങളായി നമ്മളുടെ ഏത് സമയത്തും എല്ലാ നിമിഷത്തിലും നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ 4 മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ള തോട്ട് വരാൻ തുടങ്ങും. നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടോ,
അല്ലെങ്കിൽ നമ്മളെ കുടുംബപരമായിട്ടോ നമ്മളെ ഫ്രണ്ട്സോ നമ്മളുടെ റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടോ, ഈ 4 മേഖലയിലേക്കും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാണെന്ന് നമുക്ക് ഹെൻസ് പ്രൂവ്ഡ് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ 4 മേഖലയിലേക്കും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഡെയിലി ഇതേപോലെ വിഷൻ ബോർഡിനെ വിഷ്വലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട്? എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുള്ളതോ? അധികം ആൾക്കാരും വിഷൻ ബോർഡിനെ പറ്റി അറിയുന്ന ആൾക്കാരായിരിക്കും. സാർ ഞാനില്ലേ ആ, എനിക്ക് സത്യത്തിൽ ഒരു കാര്യം ചെയ്യണ്ടെന്നുള്ള ഇൻഡ്യൂഷൻ ഉണ്ടാവലുണ്ട്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാല് എനിക്ക് നന്നായിട്ട് ബുദ്ധി, പക്ഷെ ഞാന് അതനുസരിക്കൂല, അത് ഞാൻ വിശ്വസിക്കൂല എന്നെ. എന്നിട്ട് ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് 8ന്റെ പണിയും കിട്ടും. ഇൻഡ്യൂഷൻ അതെന്തുകൊണ്ട് ഞാൻ വരുന്നത് ഇൻഡ്യൂഷൻ ഭയങ്കരമായിട്ട് നെഗ്ലക്ട് ചെയ്യും. ഇൻഡ്യൂഷൻ ശരിക്കും നമ്മൾ മൈൻഡ് പ്രോപ്പർ ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഇൻഡ്യൂഷൻ വെച്ചാൽ നമ്മൾ പ്രോപ്പർ ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് എല്ലാ സമയത്തും ഇൻഡ്യൂഷൻസ്, ഇപ്പം എന്താ പറയുക, ഉൾവിളി എന്നൊക്കെ പറയല്ലോ, നമുക്ക് ഇന്ന കാര്യം ചെയ്തോ ഇന്ന കാര്യം ചെയ്യണ്ടെന്ന് ഇങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടേ നിൽക്കും. ഇന്ന കാര്യം സംസാരിച്ചോ ഇന്ന കാര്യം പ്രവർത്തിച്ചോ എന്നുള്ള രീതിയിൽ. അത് ശരിക്കും നമ്മൾ അതേപോലെ നമ്മൾ എത്രത്തോളം നമ്മളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. മീൻസ് പല സമയത്തും ഓക്കെ, ഹൗ ടു ഐഡന്റിഫൈ അവർ കറക്റ്റ് ഇൻഡസ്ട്രി എന്നല്ലേ. അതിന് ആ കറക്റ്റ് ഇപ്പം താഴെ ചോദിച്ചിട്ടുണ്ട് നാഷിദ് സാറ്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, യുണീക്നെസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങളുടെ ഇന്റലിജൻസ് പ്രകാരം ഏത് മേഖലയിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അടുത്ത ബാച്ച് വരുന്നത് 9-ാം തീയതിയാണ്, ഫെബ്രുവരി 9-ാം തീയതി. ഇന്നലെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 13-ാമത്തെ ബാച്ച് ഫെബ്രുവരി 9-നാണ്. അതേപോലെ യുണീക്നെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള ഇവന്റ് അടുത്തത് വരുന്നത് ഏപ്രിൽ 13-നാണ്, ഞായറാഴ്ച, കോഴിക്കോട് വെച്ചിട്ടാണ്. കോഴിക്കോട് സീഷൽ ഹോട്ടൽ വെച്ചിട്ടാണ് നമ്മുടെ 3-ാമത്തെ ഫെസ്റ്റ് ആണ്, ഓഫ്ലൈൻ ഇവന്റ്. അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ഏത് മേഖല. എക്സ്ക്യൂസ് മീ സാർ, ഇന്നത്തേതിന് കുറച്ച് ഡൗട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആൻഡ് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഏതുണ്ട്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്താ അതിന്റെ മെത്തേഡ് ആൻഡ് സീക്രട്ട്? അപ്പം അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാം. അത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്താണെങ്കിൽ ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് ഫോർ ഏർണിംഗ് ഇൻക്രീസിങ് ക്വാണ്ടിറ്റീസ് ഓഫ് മണി ത്രൂ മൾട്ടിപ്പിൾ സോഴ്സസ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമ്മളുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിന് ഞാൻ നന്ദിയുള്ളവനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന സമയത്ത് സൂപ്പർ കോഴ്സാണ് ഞാൻ ചെയ്തത്, അറിയാൻ പറ്റും പാഷൻ. നുസ്രത് മാം, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ അതില് ഇതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് നന്ദി പറയുന്ന പ്രോസസ്സിനാണ് ശരിക്കും നമ്മൾ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് അഫർമേഷൻ എന്നും പറയാം. നമ്മൾ അഫർമേഷനിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡും കൂടെ കൂട്ടിയിട്ട് പറയുന്ന പ്രോസസ്സിനാണ് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോ ഒരു കാറ് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് ഫോർ ഡ്രൈവിംഗ് മൈ ലാൻഡ് റോവർ ഡിഫൻഡർ 130 എയ്ഗ്ര ഗ്രേ മെറ്റാലിക് പ്ലേറ്റ് നമ്പർ 1166. അത് എൻ്റെ ഒരു അഫർമേഷൻ ആണ്, എൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആറ്റിറ്റ്യൂഡും കൂടാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാറ് ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ ദിവസവും അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വേറൊരു കാറ് ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന പ്രോസസ്സിനാണ് അഡ്വാൻസ്ഡ്. കാരണം നമ്മളെ മൈൻഡും നമ്മളുടെ ശരീരത്തിനും സ്ഥിരമായിട്ട് ഈ മെസ്സേജ് ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുക. അപ്പൊ എന്താ സംഭവം, നമ്മൾ ആ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മളെ മൈൻഡിന് അറിയൂല. നമ്മൾ കാണുന്ന നമ്മളെ ഉപബോധ മനസ്സിന് ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവില്ല. ദാറ്റ് മീൻസ് നമ്മൾ എന്താണോ നമ്മളെ പറ്റി പറയുന്നത്, നമ്മൾ എന്താണോ സ്ഥിരമായിട്ട് കേൾക്കുന്നത്, അത് അങ്ങനെ അതേപടി വിശ്വസിക്കുക ചെയ്യുക. ബോധ മനസ്സിന് മാത്രമേ ഫിൽട്ടറിങ് ഉള്ളൂ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട്
ഇന്നൊരു കാര്യം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് ഞാൻ നന്ദിയുള്ളവനാണെന്ന് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സംഭവം നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അട്രാക്ട് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യട്ടോ. ആ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചർ ആകണം എന്ന അംബിഷൻ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ ഞാൻ ടീച്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് ആ ജോലി തന്നതിൽ താങ്ക് യു മൈ ലോഡ് എന്നാണ് അങ്ങനെ എഴുതിയാൽ മതി. അതൊക്കെയാണ് ജോലി തന്നതിന് എനിക്ക് നന്ദിയുണ്ടെന്നുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും അറിയിക്കാനുണ്ടോ ഇത് സെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഞാൻ ഈ ഒരു ടോപ്പിക് അല്ലായിരുന്നു ഒന്ന് പ്ലാൻ ചെയ്തത്, പിന്നെ ഫ്ലോയിൽ അങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടതാണ്. മിസ് വിചാരിക്കണ്ട, ഇതല്ലല്ലേ നമ്മൾ പറഞ്ഞത്. ഫീഡ്ബാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ല ഫീഡ്ബാക്ക് നമുക്ക് ഡിസയർ അല്ല വേണ്ടത്. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, നമുക്ക് അംബീഷൻ ആണ് വേണ്ടത്. ഡിസയർ അംബീഷനും രണ്ടാണ്. അംബീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. ഡിസയർ എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യില്ല, ഒരു ആഗ്രഹം മാത്രമായിട്ട് ഒതുങ്ങും. പിന്നെ എന്താ പറയാ, അതിൽ ചിലപ്പോൾ നല്ല പ്രായക്കുറവുള്ള ആളുണ്ടാവും. അവരോട് എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് കുറച്ചാ ഞാൻ റെസ്റ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഒരു 40-ലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, 50-ലും 60-ലും ഒക്കെ. ഇപ്പൊ നിങ്ങള് ഗോള് സെറ്റ് ചെയ്ത് അതിനു വേണ്ടി അത് മാത്രമായിരിക്കണം നമ്മളെ ഡെസ്റ്റിനേഷൻ, അത് മാത്രമായിരിക്കണം. പിന്നെ ഈ നമ്മള് ഇപ്പൊ നിൽക്കുന്ന മേഖല നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും, നല്ല ഫുഡ് ഉണ്ടാവും. പക്ഷെ നമ്മള് അതിലും വലിയ ഗോളിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കും. കാരണം ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ ഇല്ലാണ്ടാവുമെന്ന് കരുതി, തൽക്കാലത്തേക്ക് ഇല്ലാണ്ടാവുമെന്ന് കരുതിയിട്ട്. പക്ഷെ അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, സുഖത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് പലതും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളത് തൽക്കാലത്തേക്ക് ത്യജിച്ചിട്ട് നമ്മൾ അംബീഷൻ എന്താണോ അതിന്റെ പിറകെ നമ്മൾ ഇറങ്ങി പുറപ്പെടണം. അതെ അതെ അതെ, നമ്മളുടെ മേഖല മനസ്സിലാക്കിയിട്ട് ആ മേഖലയിലേക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും പെട്ടെന്നുള്ള റിസൾട്ടുകൾ കിട്ടും. കാരണം അത് നമ്മൾ ഒരിക്കലും ഒരു കടമയായിട്ടല്ല ആ മേഖലയിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരികയും പഠനങ്ങൾ നടത്തുകയൊന്നും ചെയ്യുക, വർക്ക് ചെയ്യുക ഒന്നും ചെയ്യുക ഒരു കടമയായിട്ടല്ല. ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. നമ്മളതൊരു സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു മേഖലയായിരിക്കും. ആ മേഖലയാണ് നമ്മളുടെ യുണീക്ക് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോഴും എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അത് ഇല്ലാതാക്കുന്നു. ഹൗ ക്യാൻ യു ഓവർകം ദിസ്? അല്ലല്ല, നെഗറ്റീവ് തോട്ട്സ് മനുഷ്യന്മാർക്ക് എന്തായാലും വരും. നിങ്ങൾ എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്താലും വിഷൻ ബോർഡ് ചെയ്താലും എന്ത് അഫർമേഷൻ ചെയ്താലും അഡ്വാൻസ്ഡ് ആറ്റിറ്റ്യൂഡ് ചെയ്താലും കാര്യമില്ല. മനുഷ്യന്മാർക്ക് ഏകദേശം 50,000 to 60,000-ഓളം തോട്ട്സ് എല്ലാവരുടെ ജീവിതത്തിലും മൈൻഡിൽ വരുന്നുണ്ട്. പക്ഷെ അതിൽ ഒട്ടുമിക്ക 70% നെഗറ്റീവാണ് ഒട്ടുമിക്ക ആൾക്കാരും വരും. പക്ഷെ അത് നമുക്ക് കുറച്ച് ഒരു 30%-ത്തിലേക്കൊക്കെ നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും ഫോർഗിവ്നെസ് ജേർണലും നമ്മുടെ ഈ വിഷ്വലൈസേഷൻ വിഷൻ ബോർഡൊക്കെ. സ്ഥിരമായിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ഥിരമായിട്ട് നെഗറ്റീവ് ഇങ്ങനെ വരുന്നത് കുറച്ച് നമുക്കൊന്ന് ഒരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെടും നമ്മളെ ചുറ്റും. ഈ നെഗറ്റീവ് എനർജി വരുന്നത് കുറച്ച് നമുക്കിങ്ങനെ എത്രത്തോളം എന്താ പറയാ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഈ ടൂൾസ്, അത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് കുറഞ്ഞു വരും. നമ്മൾക്ക് ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തി ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഓട്ടോമാറ്റിക്കലി വീണ്ടും നല്ല കാര്യങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഇല്ലാത്തതിനെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ച് ഒരു ഇമ്പ്രൂവ്മെന്റും ഒരു കാര്യവും ഇല്ലാണ്ട് ഒരേപോലെ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും. ഇപ്പം പല ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? 2-3 വർഷങ്ങളോളായിട്ട് ആദ്യത്തെ അതേ സിറ്റുവേഷനിൽ ഒരു ജോലി ചെയ്യുന്നതിനും എന്ത് ചെയ്യണം? മൈൻഡ് മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ആദ്യം നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് ചെയ്യേണ്ടത്. ഇതെന്താണ്, ഞാൻ ദുബായ് ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കും ഇടയ്ക്ക് നെഗറ്റീവ് തോട്ട്സ് വരും, പെട്ടെന്ന് എനർജി ലോ ആകും. അത് എത്ര നെഗറ്റീവ് എനർജി വന്നാലും ലോ എനർജി പോയാലും ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിരുന്നു ഒരു 7 വർഷത്തോളം.
അപ്പൊ അതുകൊണ്ട് എനിക്ക് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇതാരാണ് ജസീറ മാം? നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ പേര് ഹഫ്സൽ മാജിദ് എന്നാണ്. എന്റെ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ CV എന്റെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യാം. എന്റെ പ്രൊഫൈലിൽ ഏകദേശം ഒരു 18,000-19,000 ഫോളോവേഴ്സ് ഉണ്ട് ലിങ്ക്ഡിനിൽ. അപ്പൊ ഞാൻ എന്റെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങളെ CV ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നിങ്ങളെ കണക്ട് ചെയ്യല്ലോ. അപ്പൊ ആ ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ ആ ഹെൽപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ ഇൻഡീഡിലായിക്കോട്ടെ, ലിങ്ക്ഡിനിലായിക്കോട്ടെ, ഇപ്പം ജുബിസിൽ ഏതിലൊക്കെ ആണോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റതിൽ സ്ഥിരമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടേ നിൽക്കുക. എനിക്ക് ഇപ്പോഴും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള വെച്ചാല്, ഞാൻ 2-3 വർഷം അവിടെ ജോലി ചെയ്ത്, 3 വർഷം അവിടെ ദുബായിൽ ജോലി ചെയ്ത് നാട്ടിൽ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി നാട്ടിലായി തിരിച്ചു പോയിട്ട് എനിക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരുപാട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ കിട്ടിയത്. നിങ്ങൾ ഓൾറെഡി അവിടെ ജോലി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ എഫേർട്ട് എന്തായാലും എടുക്കേണ്ടി വരും. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഞാൻ ഫ്രഷറാണ്. റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റിന് പോയിട്ട് അവിടുന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഇവിടുന്ന് തന്നെ ഹയർ ചെയ്യുന്ന കമ്പനീസ് വളരെ കുറവാണ്, വളരെ വിരളമായിട്ട് നാട്ടുന്നാണെങ്കിൽ ഒന്ന് അവിടെ ഒന്ന് ഞാൻ വിസിറ്റിന്. ദുബായിലാണ് വിസിറ്റിൽ വന്നതാണ്. ഞാൻ 2ാമത്തെ പ്രാവശ്യം വരുന്ന. ആദ്യം 5 മാസം വന്ന് നിന്ന് ഇതൊന്നും ആയില്ല. പിന്നെ DHA റിന്യൂ ചെയ്തിട്ട് ഞാനിപ്പം വീണ്ടും എന്റെ കോൺഫിഡൻസിൽ വന്നിരിക്കുന്നത്. വീണ്ടും ഞാനിപ്പം വന്നിട്ട് എല്ലാ ദിവസവും CV കൊണ്ട് അടുത്ത് ഇറങ്ങും, കൊടുക്കുക ചെയ്ത്. രാവിലെ ഇറങ്ങും, വൈകിട്ടാവും തിരിച്ചു. അല്ലല്ല, ഇറങ്ങുന്ന മാത്രല്ല കേട്ടോ, മെഡിക്കൽ ഇറങ്ങുന്ന ഫീൽഡ് ആണോ? മാത്രല്ല. എങ്ങനെ? മെഡിക്കൽ ഫീൽഡ് ആണോ ജസീർ? അതെ അതെ, DHA എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, ലാബ് ടെക്നീഷ്യൻ ആണ്. ലാബ് ടെക്നീഷ്യൻ ആണ് അല്ലേ? ഓക്കെ. നിങ്ങൾ ഏതായാലും ആ CV ഒന്ന് എന്റെ പ്രൊഫൈലിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് എനിക്ക് ഈ CV ഒന്ന് അയച്ചു കേട്ടോ. നിങ്ങളെ പ്രൊഫൈലിൽ CV പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ പ്രൊഫൈലിലേക്ക്, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ചെയ്യാറില്ലേ, അതേപോലെ ഷെയർ ചെയ്യും. അപ്പൊ ഷെയർ ചെയ്താല് നിങ്ങൾക്ക് ആ CV പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഓൾറെഡി ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? അതൊന്ന് നിങ്ങൾ കുറച്ച് ശരിക്കും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടുത്തെ നല്ല കമ്പനികളെ ടാഗ് ചെയ്തുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വലിയ കമ്പനി ജസ്റ്റ് ചിലപ്പോൾ അവർ കമന്റ് ചെയ്യും. എന്തെന്നറിയോ? താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്, പ്ലീസ് പ്ലീസ് സെൻഡ് യുവർ CV ടു അവർ വെബ്സൈറ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ആ കമ്പനി ഫോളോ ചെയ്യുന്ന എല്ലാവരിലേക്കും നിങ്ങളെ CV എത്തിയനെ. ശരിക്കും പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ ചെയ്തിരുന്നെങ്കിലും. പക്ഷെ അത് കുഴപ്പമില്ല. ഞാൻ ഏതായാലും എന്റെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യാം. നോക്കാം, നമുക്ക് ആരെങ്കിലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ലാബ് ടെക്നീഷ്യൻ ഫീൽഡിൽ എനിക്ക് ആരെയും പരിചയമല്ല. ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തു. ഏതായാലും നിങ്ങൾക്ക് ഹയർ ആയിട്ടുള്ള വർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല ജോലിയിൽ എത്തിപ്പെടാൻ വേണ്ടി. അങ്ങനെ ഒരു ഉപകാരം കൂടി അവിടെ ഉണ്ടാവട്ടെ എല്ലാവർക്കും. പിന്നെ വേറെ ആരോ എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ, ഒപ്പീനിയനോ? ഒരാള് സോഷ്യൽ മീഡിയ എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് ചോദിച്ചത്. സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യാൻ ആകെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളൊരു ടൈം ലിമിറ്റ് വെക്കുക. ഒന്ന് ടൈം ലിമിറ്റ് വെക്കുക, ഇത്ര സമയം മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്നുള്ള ടൈം ലിമിറ്റ് വെക്കുക. പിന്നെ വെച്ചാൽ നമ്മൾക്ക് ആരെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ മൈൻഡിനെ മോശമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം അവരെ നല്ലത് കാണുമ്പോൾ നമുക്ക് സങ്കടവും അസൂയാണ് തോന്നുന്നെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ അൺഫോളോ ചെയ്യുക. പിന്നെ ഒരു ടൈം ലിമിറ്റ് വെക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയന്റെ ടൈം കുറയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല കണ്ടെത്തിയിട്ട് ആ മേഖലയിലേക്ക് ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾക്ക് ഡോപ്പമൈൻ റിലീസ് കൂടുതൽ, ഹോർമോൺ ക്രിയേഷൻ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഫീലിങ്ങും ഇമോഷൻസും നിമിഷ നേരങ്ങൾ കൊണ്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കുക. അതിന് പകരം അതിലും സന്തോഷം ഉണ്ടാവും എന്ത് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങളുടെ മേഖല, നിങ്ങൾക്ക് സന്തോഷത്തോടെ 5 മണി ആയാൽ വർക്ക് നിർത്താലോ എന്ന് ചിന്തിച്ച് ജോലി ചെയ്യുന്ന മേഖലക്ക് പകരം, അല്ലെങ്കിൽ ജോലിയോ പഠനമോ ചെയ്യുന്ന മേഖലക്ക് പകരം ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു മേഖല എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ആ മേഖല കണ്ടെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക്
സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഡോപ്പാമൈൻ റിലീസ് അതിലെ പഠനങ്ങളും ജോലിയും നിങ്ങൾക്ക് തരും. അപ്പൊ അങ്ങനെ ഒരു മേഖല കണ്ടെത്തിയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം കൂടി ആ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നമ്മളെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം, യുണീക്നെസ് വർക്ക്ഷോപ്പ്. താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ താഴെ നമ്പർ കൊടുക്കിട്ടോ മിസ്ന. ആ നമ്മൾക്ക് ഒരു ദുശീലം മാറ്റാന് നമ്മൾ ഇന്റൻഷനലി ആ ദുശീലം കുറച്ച് കൊണ്ടുവരുന്നതിന് പകരം വേറൊരു നല്ല ശീലം റീപ്ലേസ് ചെയ്താൽ മതി. എന്ത് ദുശീലമായാലും അതാണ് നമ്മൾ ഒന്ന് മാറ്റിയെടുക്കുന്നതിനെക്കാട്ടിനും. സാറ് കുറച്ച് വെള്ളം കുടിക്കുന്നു, സത്യം കേട്ടോ, വെള്ളമൊക്കെ വറ്റിയത്. പറഞ്ഞല്ലേ റെസ്പെക്ട് ചെയ്യുന്ന ആളാ, കുറിച്ചാളാ. താങ്ക് യു മാം. സാറ് വെള്ളം ഇറക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ആ ഓക്കെ ഓക്കെ ഓക്കെ, സോറി സോറി, ഉമിനീര്. മനസ്സിലായി സോറി സോറി, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്താണ് ഫീഡ്ബാക്കോ എന്തെങ്കിലും സർ, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഷമീമ മാം സർ. പറഞ്ഞോളൂ. നമ്മൾ കുറച്ച് മുന്നേ നമ്മളോട് നമുക്ക് റിപ്ലൈ തന്നൊരു ഇത്ത ഉണ്ടല്ലോ, അവരുടെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല. അവരെന്തോ ചെയ്ത് എന്ത് പറഞ്ഞാൽ ഇത്തിന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞ ഒരാള് ഫസ്റ്റ് സാറോട് സംസാരിച്ചല്ലോ. നുസ്രത്ത് മാം ആണോ? ആ yes. അവരോട് നല്ല പൊതുവേ കോമൺ ആയിട്ട് ഒരു കാര്യം പറയാണ്. ഇപ്പോ നമുക്ക് നമ്മുടെ നെഗറ്റീവ് ചിന്ത, അതല്ലെങ്കിൽ നമ്മുടെ പാഷൻ, നമ്മുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ എന്റെ കാര്യമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത്. എടുത്തുചാട്ടം, വാശി, അതല്ലെങ്കിൽ ഒന്നും മറക്കാൻ മറ്റെന്തെങ്കിലും ഒരു കഥയും കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും റിയാലിറ്റി ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവും. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം മുന്നേ, മേ ബി ഒരു പക്ഷെ കുറെ മുന്നേ കേട്ടോ. പക്ഷെ നമുക്കൊരു സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എവിടെന്നെങ്കിലും ന്യൂസ് ആയിട്ടോ ക്ലാസ്സസ് ആയിട്ടോ ഒക്കെ കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ നമ്മളത് റിയാലിറ്റി ആയിട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കാം. ഞാൻ എന്റെ ഒരു കാര്യം പറയുന്നത്, നോട്ട് ചെയ്ത് പഠിച്ചിട്ട് സാറ് പറഞ്ഞ പോലെ എന്നും അതിനൊന്ന് വായിക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് അവിടെ വെക്കുന്നതിന് പകരം ആ നോട്ട് പുസ്തകം നമ്മുടെ ലൈഫാണ്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊരു തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമ്മുടെ മൈൻഡിലുള്ള നെഗറ്റീവ് തോട്ടുകള്, മറ്റുള്ളവരിലേക്കുള്ള കമ്പയറിങ് തോട്ടുകള്, അതുപോലെ നമുക്ക് തന്നെ നമ്മളുള്ള ആത്മവിശ്വാസ കുറവ്, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ നമുക്കൊരു ബിസി ലൈഫ് കെട്ടിപ്പടുക്കാൻ പറ്റും. മറ്റുള്ള എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് ഒരാൾക്കും വേദന ഇല്ലാതെ, ആർക്കും പരാതികളില്ലാണ്ട് അവളെന്തോ പഠിക്കുന്നു അല്ലെങ്കിൽ അവളെന്തോ ചെയ്യുന്നു, അവൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത് സ്മാർട്ട് വർക്ക് ആക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് തോട്ടുകൾ നമുക്ക് തന്നെ, മറ്റുള്ളവർ നമ്മൾ സഫർ ചെയ്യേണ്ട, നമ്മളൊരാൾക്ക് വേണ്ടി സഫർ ചെയ്യിപ്പിക്കും വേണ്ട. മാം ആണെങ്കിലും ഇപ്പൊ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാണെങ്കിലും, ഞാനിപ്പോ അഫ്സൽ സാറുടെ അധികം ക്ലാസ്സിന് കയറുന്ന ഒരു ആളാണ്. പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. നമ്മളെ കുറിച്ച് തന്നെ എന്ത് കാര്യങ്ങളും കൂടുതലായിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താണ്ട് നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങൾ അന്നാന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ചെയ്താ, സാറ് പറഞ്ഞ പോലെ നന്ദി പറയാ, മറ്റുള്ളവർക്ക് നമ്മൾ എന്തിനും വേദനിപ്പിക്കുന്ന വാക്കുകൾക്ക് ഫൊർഗീവ് ചെയ്യുക, ഇതിന്റെയൊക്കെ കൂടെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവിനെ നമ്മൾ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ചിന്തിച്ചത് വെറുതെ തെറ്റായ കാര്യമല്ലേ? ശരിക്കും അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. പക്ഷെ സാറ് പറഞ്ഞ പോലെ മൈൻഡിനൊന്ന് ഫ്രീ ആയിട്ട് നമ്മൾ വിടുമ്പോൾ ഒരുപാട് റിലീഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മൈൻഡിൽ വരും. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ നെഗറ്റീവിനെയും നിങ്ങൾ എഴുതിയിട്ട് വായിച്ചിട്ട് പിന്നെ അത് പോസിറ്റീവ് ആക്കാനുള്ള ഒരു കഴിവ് കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിലെ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് നെഗറ്റീവ് തോട്ടുകളും നെഗറ്റീവ് റൂട്ടിലൂടെ കടന്നുപോയ ആളും പല പല ആളുകളെ ഞാൻ എന്റെ ചിന്തയിൽ, അതല്ലെങ്കിൽ എന്റെ ചിന്ത കൊണ്ട് മാത്രം ഞാൻ വിലയിരുത്തിയിട്ട് അവരങ്ങനെയാണെന്ന് പറഞ്ഞിരുന്ന ഒരാളൊക്കെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാളെ നോക്കാൻ എനിക്ക് സമയമില്ല. കാരണം എന്റെ ഗോൾ സെറ്റ് എന്താണോ, അല്ലെങ്കിൽ എന്റെ വിഷൻ ബോർഡിലത് എന്താണോ അതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും, ഓരോ മിനിറ്റും സെക്കൻഡും ഒക്കെ. ഞാൻ അഫ്സൽ സാറിന്റെ യൂണിക്നെസിന്റെ പ്രോഗ്രാമിന്റെ ക്ലാസ്സിലും പറഞ്ഞൊരു കാര്യമാണത്. നമ്മുടെ കഴിവുകൾ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിലേക്ക് സമയം കൊടുക്കുക, നമ്മുടെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാന്, നമ്മളെ ആത്മവിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതിന് നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കുക. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. ജസ്റ്റ് കണ്ണടക്കുക, എന്നും നമ്മൾ അതിങ്ങനെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാം. തീർച്ചയായിട്ടും നിങ്ങൾക്കാണെങ്കിലും, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ 8ന്റെ പണി മേടിക്കാനുള്ളതിനപ്പുറം നിങ്ങൾ ഒരുപാട് സക്സസ് ആയിട്ട് ഒരുപാട് വിജയിക്കാനുള്ള റൂട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ. അങ്ങനെ ഒരു മൈൻഡ് മാറ്റിയെടുക്കുക. പിന്നെ അഫ്സൽ സാറോട് പറയാനുള്ളത്, നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ സാർ ഒരു ക്ലാസ് വെക്കുന്ന സമയത്ത് ഇപ്പൊ ചോദിച്ച പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അതിൽ കൂടുതലായിട്ട് അഡിക്ഷണൽ ആളുകളുണ്ട്.
അപ്പൊ അത് കുറക്കാനുള്ള ഒരു മാർഗം, അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ടുകൾ കുറക്കാനുള്ള ഒരു മാർഗം സാർ ഒരു ക്ലാസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ് ഞാൻ പല ഗ്രൂപ്പുകളിൽ ലിങ്ക് ഇപ്പൊ ഷെയർ ചെയ്തിരുന്നു. പലരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാർ അങ്ങനെ ഒരു ക്ലാസ് വെക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ക്ലാസ് അടിപൊളിയായിരുന്നു. ഒരുപാട് ഒരുപാട് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. നമ്മളുടെ യൂണിക്നെസ് ഫെസ്റ്റിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആളാണ്, നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ യൂണിക് ടോക്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്, മിസ് ഷമീമ ഫൈസൽ. താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ്? ഇത് നമുക്ക് അടുത്ത സെഷനിൽ കൊണ്ടുവരാം കേട്ടോ. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്സോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ആഡപ്പ് ചെയ്യാനോ, എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ? മാക്സിമം എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പലരും പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ചോദിക്കലുണ്ട് എന്താണ് പബ്ലിക് ഫിയർ അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ കുറക്കാൻ ചെയ്യാന്ന്. അപ്പൊ പറയല് ഓപ്പർച്യൂണിറ്റി ആ ഒരു ഫിയർ എന്നുള്ളത് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത് പഠിക്കാന്ന് പറയൂലേ. ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ ഓടിച്ചെന്നെ പഠിക്കണം എന്ന് പറയണ പോലെ ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. ഓൺലൈനായിട്ട് പറ്റി ഇപ്പൊ നിങ്ങൾ വീഡിയോ ഓൺ ആക്കി പറയണമെന്നില്ല. ഇപ്പൊ ചിലർക്ക് സംസാരിക്കുമ്പോൾ വിറക്കുന്നവരുണ്ടാവും, പറയാൻ കിട്ടാത്തവരുണ്ടാവും. അപ്പൊ പറഞ്ഞിട്ട് തന്നെയാണ് മാറുക. അപ്പൊ എല്ലാവരും ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലെ സജഷൻ ആയിട്ടോ എന്തും ഷെയർ ചെയ്യാം. നമ്മൾ ജഡ്ജ് ചെയ്യൂല എന്ന് എല്ലാ ക്ലാസ്സിലും പറയലുണ്ട്. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ആരെങ്കിലും പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ ഓപ്പൺ ആയിട്ട് പറയുക കേട്ടോ. സാറ് പറഞ്ഞ ഒരു ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി. ഹലോ, അമ്മയും പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. ഇസ്ലാം. ഞാനിന്ന് വിഷം ബോർഡിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ സിസ്റ്റർ വിഷ്ണ പറഞ്ഞിരുന്നു യൂണിക്നെസ് ഫെസ്റ്റിന്റെ ഡേ റിവീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഏപ്രിലാണ്. അന്ന് ആ ഡേ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലൊരു മാരേജ് വരികയാണ്. ഞാൻ എന്നോട് നിങ്ങൾ ആ പരിപാടി മാറ്റി വെക്കുമോ? അപ്പൊ വിഷം ബോർഡ് സജസ്റ്റ് ചെയ്തപ്പോ ഞാൻ ഹെൽത്തിലും വെൽത്തിലും സ്പിരിച്വാലിറ്റിയിലും ഫസ്റ്റ് കൊണ്ടുപോയി വെക്കുന്നത് ഇതാണ്. ഈ ഫെസ്റ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരിതാണ്. അടുത്ത കാരണം നല്ല അടിപൊളി പ്രോഗ്രാമാണ്. താങ്ക് യു. അന്നിന്റെ ഉമ്മ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഉമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഉമ്മ പറയുന്നുണ്ട് അടുത്ത ക്ലാസ് ഇൻഷാ അള്ളാ എനിക്ക് ആരോഗ്യം ഒക്കെ ഓക്കെ, ഞാൻ എന്തായാലും ഞാൻ പോരെന്ന് പറഞ്ഞിരിക്കണം. നിങ്ങൾ ഇപ്പോഴേ ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചോളൂ. ഇമ്മനോട് ഏപ്രിൽ 13 ആട്ടോ. എല്ലാരും കൂടി വരും ഇൻഷാ അള്ളാ. അപ്പൊ ഏപ്രിൽ ഞാൻ 13 പറയുന്നത് ഞാൻ ഇന്ന് വിഷമ സെറ്റിലപ്പോ ഞാൻ ഇന്നിങ്ങനെ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങള്. അപ്പൊ ഞാൻ വിചാരിച്ച അന്ന് എനിക്ക് ഇപ്പൊ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അന്ന് എന്തെങ്കിലും എനിക്ക് പറ്റും എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരൊറ്റ കാര്യം കൂടി. സാർ അമ്മേ പറഞ്ഞല്ലോ പറഞ്ഞു. എല്ലാ ഇൻഫർമേഷനും കൂടി എല്ലാ ഇൻഫർമേഷന്റെ പിന്നാലെ പോവരുതെന്ന്. ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അത് ഭയങ്കര സത്യമാണ്. കാരണം വെച്ചാൽ ഹൊറിസോണ്ടൽ ഇൻഫർമേഷനും ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിന്റെയും പിന്നാലെ പോയിട്ട് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒക്കെ കാരണം അതാണ്. എല്ലാ ഇതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. നമുക്കൊരു പാഷൻ ഉണ്ടോ ആ പാഷനിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മാത്രം കളക്ട് ചെയ്യുക. അത് കിട്ടുന്ന മീഡിയയിലെ ചാനലിൽ മാത്രം നമ്മൾ പോവുക. അതന്നെ. എല്ലാം കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ സമയം വെറുതെ അങ്ങ് വേസ്റ്റ് ആയി പോവുള്ളൂ. ഒരു കാര്യം ഉണ്ടാകും. പിന്നെ നമുക്ക് അഫ്സൽ സർ, അമ്മയും പറഞ്ഞോളൂ. ഒരു കംഫർട്ട് സോൺ എങ്ങനെ ബ്രേക്ക് ചെയ്യാന്നുള്ള ഒരു ടോപ്പിക് ചെയ്യോ? ഇൻഷാ അള്ളാ. ഏതായാലും ഈ പ്രാവശ്യം 3 സജഷൻസ് കിട്ടിക്കുന്നു. താങ്ക് യു സോ മച്ച്. അസ്ലാം. താഴെ ഷെഫീന മാം പറയുന്നത് താങ്ക് യു ഫോർ ദ വാല്യുബിൾ സെഷൻ. താങ്ക് യു സോ മച്ച് മാം. ഫാത്തിമ മാം പറയാം അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഫോർ ദിസ് സെഷൻ. താങ്ക് യു മാം. ലാക്സ് താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നിജില മാം താങ്ക് യു. മാം താങ്ക് യു. ആർക്കെങ്കിലും ഉമൈമത്ത് മാം എന്തോ പറയാൻ വരുന്നുണ്ടല്ലോ. ബുഷ്ര മാം താങ്ക് യു. ഉമൈമ മാം എന്തെങ്കിലും പറയാനുണ്ടോ? മാം അൺമ്യൂട്ട് ചെയ്ത് കണ്ടിരുന്നു. ഉമൈമത്ത്
വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും സംസാരിക്കേണ്ട സംസാരിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ആഡപ്പ് ചെയ്യാനാ? ഡോക്ടർ MBBS ഡോക്ടർ അസ്ല MBBS. Thank you for your valuable time. Thank you. Thank you so much. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഫീഡ്ബാക്സ് ആർക്കും സംസാരിക്കാം കേട്ടോ. ഒരൊറ്റ ഫീഡ്ബാക്ക് കൂടി പറയട്ടെ. അല്ല, ഇത് പറഞ്ഞോളൂ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാൽ ഞാൻ കുറെ പെയ്ഡ് ആണെങ്കിലും അല്ലാണ്ട് കുറെ അതിൽ ഞാൻ കയറിയിട്ടുണ്ട്. കുറെ എന്താ പറയാ ഇതുപോലെ ടോക്സില്. പക്ഷെ സാറ് കൊടുക്കുന്ന മാതിരി പിന്നെ എന്താ പറയാ ഈ മെമ്പേഴ്സിന് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു അവസരം, സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതാണ്. അതിൽ സാറ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. എന്താ പറയാ, ചില പെയ്ഡ് ചാനലിലൊക്കെ പൈസ കൊടുത്തതിൽ ഒരു 1 hour സെറ്റ് ചെയ്യും സൂമില്. ആ 1 hour ചിലപ്പോൾ 50, 60, 70 ആളുകൾ ഉണ്ടാവും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനും പറയും. ആ 1 hour ആകുമ്പോൾ പിന്നെ പിന്നെ മീറ്റിംഗ് താനെ നമ്മളെല്ലാവരും അതിന് ലെഫ്റ്റ് ആവും. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് സാറ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും തരാന്ന് പറയുമ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സത്യത്തിൽ വലിയൊരു എന്താ പറയാ, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് സാർ ഇങ്ങനെ എല്ലാവരും സംസാരിക്കാൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അല്ല, സത്യം പറഞ്ഞാല് ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ പോലും എന്നെ സഹായിച്ചത് ഇതേപോലെ പല ക്ലാസ്സിലും ഞാൻ ആദ്യമായിട്ട് ഇതേപോലെ സംസാരിച്ചത് ഗൈഡഡ് കോർ എന്നുള്ള പ്രോഗ്രാം ചെയ്ത സമയത്താണ്. പിന്നീട് ഗൈഡഡ് ടോക്ക് കേൾക്കാനും ഒരുപാട് അങ്ങനെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന പലരെയും സഹായങ്ങൾ കൊണ്ടാണ്, ഗൈഡിന്റെയും അങ്ങനെ ഒരുപാട് ആൾക്കാർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ പല ക്ലാസ്സുകളായിട്ടും പല രീതിയിലുള്ളപ്പോൾ ഡോക്ടർമാരാണ് ആ രീതിയിലും, അവരുടെ ഇപ്പം സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ആ രീതിയിലും പല ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് കൂടി ഒരു സഹായം കൂടെ ആയി മാറാൻ പറ്റട്ടെ, അതിനുള്ള ഒരു തുടക്കമായി മാറട്ടെ. തുടക്കം കിട്ടാത്തവരാണെങ്കിൽ അതിനുള്ള ഒരു തുടക്കമായിട്ട് ഫ്രീ ആയിട്ടാണെങ്കിലും തുടക്കം കിട്ടട്ടെ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചൊരു സെഷൻ. മാം, കൺസിസ്റ്റൻസിന്റെ ഒരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണുള്ളത്? MUIന്റെ യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്രൂപ്പിലാണോ, റീഡേഴ്സ് കമ്മ്യൂണിറ്റിയിലാണോ? അതില് ഒന്നും കൂടെ വേണമെങ്കിൽ നമ്മൾ അഡ്മിന് ഷെയർ ചെയ്താൽ, അഡ്മിന് മെസ്സേജ് അയച്ചാൽ ഷെയർ ചെയ്ത് തരാം കൺസിസ്റ്റൻസിന്റെ സെഷൻ കേട്ടോ. ഓൾറെഡി ചെയ്തിരുന്നു, അതുകൊണ്ടാണ്. മിസ്സിനെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളെ നമ്പർ ഒന്ന് ഷെയർ ചെയ്താൽ താഴെ, അഥവാ അതിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളൊന്ന് ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. വേറെ ആരെങ്കിലും ഇനി ഫീഡ്ബാക്സ്? ഉമൈമ മാം. ഹലോ സർ, ബുഷ്ര മാം പറഞ്ഞോളൂ. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് സാറെ ക്ലാസ് കേൾക്കുന്നത്. ഷമീമത്തെ ഞങ്ങൾ ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്തപ്പോൾ അതിൽ കയറിയതാണ്. ഓക്കെ. ക്ലാസ് കേട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെന്താ പറയാ, ഫസ്റ്റ് വന്നവരും ആദ്യം സാറിന്റെ ക്ലാസ്സിലുള്ളവരും എല്ലാവരും ഒരുപോലെ പരിഗണിക്കുന്ന ഇത് കണ്ടപ്പോ ഒത്തിരി സന്തോഷമായി. അത് താങ്ക്സ്. കൊറേ കഴിഞ്ഞു വിളിച്ചത്. ഉമൈമ മാം എന്താ പറഞ്ഞോ? അസ്സലാമലൈക്കും. ഞാൻ ഇടക്കിടക്ക് ക്ലാസ് കേൾക്കലുണ്ട്. നല്ല ഉഷാറ് ക്ലാസ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു കേട്ടോ. വേറെ ആരെങ്കിലും? ജാഫർക്ക ഉണ്ടല്ലോ ഇവിടെ, എപ്പോഴാട്ടോ കണ്ട്? ജാഫർക്ക സൗദിയിലല്ലേ ഉള്ളല്ലേ? മുംതാസ്, മുമു, ഹിബ, മറിയം, മുഫിദ, നിഖ ആൾക്കാരെ കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട്? ഹിബ, ഷഫീന, നജ്ല, മുസൽമ, നാഷിദ്, അസ്ന, ഷബിന. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ കേട്ടോ, സംസാരിച്ച് പഠിക്കില്ല, ഓരോരുത്തർ സംസാരിച്ച് തുടങ്ങലേ. നിങ്ങൾക്ക് ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ മതി, സ്റ്റാർട്ടിങ് കിട്ടോളെ. ആർക്കൊന്നും ഇല്ലാന്നോ അല്ലേ? മിസ്സിനെ കൺക്ലൂഡ് ചെയ്യല്ലേ? ഓക്കെ, ഒരു ഇതിലേക്ക് സംസാരിച്ചു.
ഞാൻ എന്തായാലും ഹാപ്പിയാണ്. എന്റെ സിസ്റ്റർ ഞാൻ ഈ പാത്തുണ്ടെങ്കിലും ആള് കുറച്ച് ഇതൊക്കെ എന്തിനാ അങ്ങനൊക്കെ ഉണ്ടാ അങ്ങനെ കുറച്ച് അധികം വലിയ താല്പര്യം ഇല്ലാണ്ട് നടക്കാന്ന് പറയില്ലേ. നമ്മളെ ഗൈഡഡ് കോഡിലെ കുറെ ആൾക്കാർ പറയാറുണ്ടല്ലോ, ഇതൊക്കെ ഉള്ളതാണോ ഡൗട്ട് അടിച്ചെടുക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരാളായിരുന്നു. അങ്ങനെയാണ് ഫെസ്റ്റിന് ഒന്ന് അറിയാന്നുള്ള രീതിക്ക് വന്നത്. ആളിപ്പോ ആ ട്രാക്കിലായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരോ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം ചോദിച്ചിരുന്നത്, അത് റിയൽ ആണ്. ഞാൻ എക്സാമ്പിളാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും കയറിയിട്ട് എന്റെ ജേണി പറയാറുണ്ട്. ഈ ഒരു ഫീൽഡിൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ടീം മെമ്പർ ആവുമ്പോൾ ടീം ലീഡർ ആയിട്ട് അഫ്സൽസാരെ കൂടെ ജോയിൻ ചെയ്യുന്നതൊക്കെ. അത് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് നല്ലതാണ്. ഓ ഞാൻ പറയാ, ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ട് എഴുതണം. ഒറ്റ ലൈനിലൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് അത്രയും ആഗ്രഹമുള്ളത് ജസ്റ്റ് ആ പോസ്റ്റ് എഴുതിയിട്ട് എത്താൻ പറ്റി, അൽഹംദുലില്ലാ. അപ്പോ ഏത് ഒരു ടീച്ചർ ആവാൻ ആഗ്രഹമാണെങ്കിൽ ടീച്ചർ ആവാൻ പറ്റി, അൽഹംദുലില്ലാ. എഴുതുന്ന സമയത്ത് നടക്കുന്നുള്ള വിശ്വാസം കൊടുക്കുക. നമ്മളെ സാഹചര്യങ്ങളോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ എക്സ്പീരിയൻസോ ഒന്നും നോക്കാതെ നടക്കുന്നുള്ള ഇന്റൻഷൻ വെച്ച് എഴുതുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നടക്കും. എന്നും എഴുതി പോകാൻ വേണ്ടി ശ്രമിക്കാട്ടാ. ഞാൻ ഒരിക്കൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനല്ല, കൺസിസ്റ്റന്റ് ആയി ഒന്ന് എഴുതി മുന്നോട്ട് പോവുക. അപ്പൊ എന്തായാലും വേറെ ആർക്കെങ്കിലും വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷൻസോ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ എന്തും പറയാം. നമ്മളാരും ജഡ്ജ് ചെയ്യാനോ ഒന്നിനും അല്ല ഇരിക്കുന്നത്. നിങ്ങളെല്ലാരും ഉയർന്നു വരണം, നമുക്കും കൂടെ വളരണം എന്നുള്ളതാണ്. നമ്മളിപ്പോ പറയും ലെറ്റ്സ് ഗ്രോ ടുഗദർ എന്നാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് വളരണം എന്നല്ല, ഒരുമിച്ച് വളരണം എന്നുള്ളതാണ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്റ്റർ. താങ്ക് യു സോ മച്ച്. പറഞ്ഞല്ലോ അത് സംഭവം സത്യാണ്. ഹലോ ഹലോ കൃഷ്ണ പറഞ്ഞോളൂ. മിസ്സിനെ പറഞ്ഞ സംഭവം സത്യം തന്നെയാണ്. എന്താ വെച്ചാല് ഞാൻ നല്ലോണം ആഗ്രഹിച്ചാൽ എനിക്ക് കാര്യം നടന്നേ തീരും. അത് കൊണ്ട് കിട്ടിയില്ലെങ്കിൽ പിന്നുള്ള ഒരു ടെൻഷന് കുറച്ചില്ല. മിസ്സിനൊക്കെ അറിയാം എന്റെ ഓരോ കാര്യങ്ങളിൽ ഞാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങനെ വിട്ടത്, നടക്കുമ്പോ നടക്കട്ടെ. പിന്നെ യൂണിറ്റ് ലിസ്റ്റിന് വന്നതിന് ശേഷമാണ് ഇങ്ങനൊക്കെ ഉണ്ടാവുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ, അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ വന്നത്. ഇപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നോക്കുമ്പോ അത് സത്യമാണല്ലേ, അപ്പൊ അത് നടക്കും എന്നുള്ളൊരു ആ ഒരു ഇത് ഇങ്ങനെ വന്നു തുടങ്ങിയത്. അതെ അതെ. അല്ല ഇവിടെ സത്യം പറഞ്ഞാല് നമ്മൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. വെറുതെ എങ്ങനെ മറ്റേ ഏതോ ബുക്കിൽ വായിച്ചിട്ട് പറയല്ല. ലൈഫിൽ ഓരോ ഡയമെൻഷനിലും വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇൻഷാല്ലാ ഓരോരുത്തരുടെയും ലൈഫിൽ അതേപോലുള്ള മാറ്റങ്ങൾ വരട്ടെ ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച് മാം. അതേപോലെ മുംതാസ് മാം ഇവിടെ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് സാർ ഏത് സെഷൻ കണ്ടക്ട് ചെയ്താലും ഞാൻ അത് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഉണ്ടാവും ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. മുഫീദ മാം റെക്കോർഡ് ഉണ്ടാവും, ഇതിന്റെ ചാർജ് പോയിട്ട് ഫുള്ള് കേൾക്കാൻ പറ്റും. ആ മാം റെക്കോർഡിംഗ് ഉണ്ടാവും മാം. റെക്കോർഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂ കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ മുകളിൽ അയച്ചിട്ടുള്ള ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ 8137023966 ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ അയച്ചു തരും കേട്ടോ. മുഫീദ മാം താങ്ക് യു. മുർഷിദ മാം ഇൻഷാല്ലാ താങ്ക് യു മാം. ആയിക്കോട്ടെ, എന്നാലും വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ മിസ്ന? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.